പ്രഭാതത്തിന്റെ നാന്ദി കുറിച്ചുകൊണ്ട് കിഴക്ക് അരുണോദയമായപ്പോൾ രാജകീയ സംഘം മിഥിലയിലേക്ക് പുറപ്പെട്ടു. രാജാവ് തന്റെ ഭണ്ഡാരം സൂക്ഷിപ്പുകാരനോട് ധാരാളം സ്വർണ്ണാഭരണങ്ങളും രത്നങ്ങളും എടുക്കുവാൻ നിർദ്ദേശിച്ചിരുന്നു. ഒരു രാജാവ് മറ്റൊരു രാജാവിനെ കാണുമ്പോൾ സാധാരണ നൽകാറുള്ള സമ്മാനങ്ങളെല്ലാം ഇവയിൽ ഉൾപ്പെട്ടിരുന്നു. വസിഷ്ഠനാൽ നീതിതരായ അനവധി ആചാര്യന്മാർ കൂടെ ഉണ്ടായിരുന്നു. രാജാവ് രഥത്തിലേറിയതോടെ യാത്ര ആരംഭിച്ചു. മിഥിലയിലെത്തുവാൻ അവർക്ക് 4 ദിവസം വേണ്ടി വന്നു. ബന്ധുക്കളാലും ഋഷിമാരന്മാരായ ആചാര്യന്മാരും അനുഗതമായി നഗരവത്കിലെത്തിയ വന്യവയോധികനായ രാജാവിനെ എതിരേൽക്കുവാൻ ജനകൻ ധൃതിപ്പെട്ട് ചെന്നു. കുശലം അന്വേഷിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു, എൻ്റെ അപേക്ഷ സ്വീകരിച്ച് ഈ നഗരിയിൽ വരികയും എൻ്റെ ആതിഥ്യം സ്വീകരിച്ച് എന്നെ ബഹുമാനിക്കുകയും ചെയ്ത അങ്ങയുടെ സന്മനസ്സാണ്. മഹാനായ വസിഷ്ഠന്റെ ആഗമനത്താൽ ഞാൻ ബഹുമാനധീതനായിരിക്കുന്നു. മാർഖണ്ഡേയൻ, വാമദേവൻ മുതലായ മഹർഷിമാർ അദ്ദേഹത്തോടൊപ്പമുള്ളതും എന്നെ ഏറ്റവും സന്തുഷ്ടനാക്കുന്നുണ്ട്. അല്ലയോ രാജാവേ, അങ്ങയുടെ പുത്രൻ എൻ്റെ സ്വപ്നം സത്യമാക്കി തീർത്തിരിക്കുന്നു. അനുയോജ്യനായ പുരുഷന് മാത്രമേ എൻ്റെ പുത്രിയെ വിവാഹം ചെയ്തു കൊടുക്കൂ എന്നുള്ള എൻ്റെ ശബ്ദം വ്യർത്ഥമാകാതെ കഴിച്ചത് അങ്ങയുടെ പുത്രനാണ്. അങ്ങയുടെ പുത്രനാണ് എന്നെ രക്ഷിച്ചത്. യജ്ഞം അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. യജ്ഞാവസാനത്തിൽ അങ്ങയുടെ പുത്രനും എൻ്റെ പുത്രിയുമായുള്ള വിവാഹം നടത്തുവാൻ അങ്ങ് അനുവദിക്കണം. തൃപ്തിയോടെ മന്ദഹസിച്ചുകൊണ്ട് ദശരഥൻ പറഞ്ഞു, ദാനം വാങ്ങുന്നതിന് ദാതാവിനെ ആശ്രയിച്ചാണ് നൽകുന്നത്. വിവാഹം എപ്പോൾ നടക്കണമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അങ്ങയ്ക്കും അങ്ങയുടെ ആചാര്യന്മാർക്കും എല്ലാം അറിയാമല്ലോ. ജനകൻ അവനെ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. യജ്ഞിതയായി എല്ലാ ഋഷിമാരും അവിടെ ഒത്തുകൂടിയിരുന്നു. വാമദേവനെയും മഹാനായ വസിഷ്ഠനെയും സുപ്രസിദ്ധനായ മാർക്കണ്ഡനെയും അവർ യഥാവിധി പൂജിച്ചിരുത്തി. രാമലക്ഷ്മണന്മാരും പിതാവുമായുള്ള പുനഃസമാഗമം വളരെ മയത്തിലായിരുന്നു. അന്തസ്സും ഔചിത്യവും മുൻനിർത്തി രാജാവ് മക്കളെ കണ്ട ഉടൻ അടുത്തേക്ക് ഓടിച്ചെന്നില്ല. ഇപ്പോൾ അവർ ഒറ്റയ്ക്കായി. രാജാവ് ആനന്ദശ്രുക്കൾ പൊഴിച്ചു. വീണ്ടും വീണ്ടും പുത്രന്മാരെ ആശ്ലേഷിച്ചു. വിശ്വാമിത്രനോടൊപ്പം കഴിച്ചു കൂട്ടിയ കാലത്തെ സംഭവ പരമ്പരകളെപ്പറ്റി കുമാരന്മാർ അച്ഛനോട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവർ രാത്രി കഴിച്ചു കൂട്ടി. ജനകനാവട്ടെ നടപ്പനുസരിച്ച് യജ്ഞശാലയിലാണ് രാത്രി കഴിച്ചു കൂട്ടിയത്. രാവിലെ ജനകൻ യജ്ഞത്തിന്റെ അവസാന ഭാഗങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ വ്യാപൃതനായി. വേദിക്ക് ചുറ്റും മൃത്തുക്കൾ നിരന്നു നിന്നു. ചടങ്ങുകൾ നടന്നിക്കൊണ്ടേയിരുന്നു. അതിന്റെ പരിസമാപ്തിക്ക് എന്തെങ്കിലും ശല്യമോ വിഘ്നമോ ലോപമോ ഉണ്ടായില്ല. പിന്നീട് ജനകൻ തന്റെ ആചാര്യനും ഗൗതമപുത്രനുമായ ശതാനന്ദനോട് പറഞ്ഞു, അങ്ങയ്ക്കറിയാമല്ലോ, ശംഖസന്യാഗിരിയിൽ കുശധ്വജൻ എന്ന പേരായി എനിക്കൊരു സഹോദരനുണ്ട്. ഇക്ഷുമതി എന്ന നദി ആ നഗരിയുടെ സമീപത്തുകൂടിയാണ് ഒഴുകുന്നത്. അദ്ദേഹത്തെ ഈ ശുഭകാര്യത്തിന് ക്ഷണിക്കുവാനും അദ്ദേഹത്തോടു കൂടി ആനന്ദം നൽകുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. ശതാനന്ദൻ അപ്പോൾ തന്നെ കുശധ്വജന് മിഥിലയിലെത്തുവാൻ ദൂതന്മാരെ വിട്ടു. അദ്ദേഹം വേഗം വന്നു ചേർന്നു. അവരെല്ലാവരും സഭാമന്ദിരത്തിൽ ഒത്തുകൂടി. ദശരഥനെ വേഗം സദസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനായി ജനകൻ തന്റെ പ്രധാനമന്ത്രിയായ സുദാമാവനോട് ആവശ്യപ്പെട്ടു. ദശരഥൻ രാമലക്ഷ്മണന്മാരോടും കൂടി അവിടെ വന്നു ചേർന്നു. ജനകൻ സസഹോദരന്മാരോടും കൂടി അടുത്ത് ചെന്ന് കൈകൂപ്പി അവരെ വന്ദിച്ചു. അവർക്കായി കരുതി വെച്ചിരുന്ന രത്നഖചിത്തമായ ആസനങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തു. ദശരഥൻ പറഞ്ഞു, പ്രിയ സ്നേഹിതനായ ജനക മഹാരാജാവേ, എൻ്റെ ആചാര്യനായ വസിഷ്ഠൻ എല്ലാം വേണ്ട പോലെ ചെയ്യും. വിവാഹം ചെയ്യുന്ന രാജാവിൻ്റെ കുലമഹിമയെപ്പറ്റി വർണ്ണിക്കുക എന്നൊരു കീഴ്വഴക്കമുണ്ട്. ഗുരു വസിഷ്ഠൻ വേണ്ടത് ചെയ്യുവാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. അയോധ്യയെ ആദ്യം ഭരിച്ച ഇക്ഷ്വാകുവിനെ പോലെയുള്ള രാജാക്കന്മാരുടെ മഹത്വത്തെ വർണ്ണിച്ച ശേഷം വസിഷ്ഠൻ മനുവംശവരെ ചൂണ്ടിക്കാണിച്ചു. പിന്നീട് അദ്ദേഹം ത്രിശങ്കുവിനെ പറ്റി പറഞ്ഞു. പ്രസിദ്ധപ്പെട്ട യുവനാശ്വരൻ, ഹൃദയയുഗ്രരത്നം എന്ന അപരനാമത്താൽ വിളിക്കപ്പെട്ട മാണ്ഡതാവ്, സഗരൻ, ഭഗീരഥൻ, കാകുലുസ്തൻ, രഘു, പിന്നീട് അജൻ, അദ്ദേഹത്തിന്റെ പുത്രനാണ് ഇപ്പോഴത്തെ മഹാരാജാവ് ദശരഥൻ എന്നിവരെ പറ്റിയെല്ലാം വസിഷ്ഠൻ പറഞ്ഞു കേൾപ്പിച്ചു. അദ്ദേഹം തുടർന്നു, ഈ വംശത്തിന്റെ കീർത്തികരമായ കഥ നിങ്ങളിപ്പോൾ കേട്ടുവല്ലോ. ദശരഥപുത്രനായ രാമന് അങ്ങയുടെ പുത്രിയെ കന്യാദാനം ചെയ്യുവാൻ അങ്ങയ്ക്ക് സന്മനസ്സുണ്ടായാൽ കൊള്ളാം. ജനകൻ പറഞ്ഞു, എൻ്റെ പൂർവികരായ കീർത്തി കേട്ട ചിലരെ പറ്റി ഞാൻ അങ്ങയോട് പറയട്ടെ. ഞങ്ങളുടെ പരമ്പരയിൽ യശസ് നിലനിർത്തിയവരെ പറ്റി. ഒന്നാമത്തെ രാജാവായ നിമിയെപ്പറ്റിയാണ് ആദ്യം അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പുത്രൻ മിഥിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നാമം നാം സ്മരിച്ചാണ് ഈ നഗരയ്ക്ക് മിഥില എന്ന പേരുണ്ടായത്.
അങ്ങനെ ഒരു രാജാവിന് ശേഷം മറ്റൊരു രാജാവിനെ പറ്റി എന്ന നിലയിൽ ഓരോരുത്തരെ പറ്റിയും അവരുടെ ശ്രേഷ്ഠ കൃത്യങ്ങളെപ്പറ്റിയും നേട്ടങ്ങളെപ്പറ്റിയും വിവരണം തുടർന്നു. സ്വർണരോമേനെ രാജാവായിരുന്ന ജനകന്റെ അച്ഛൻ, അദ്ദേഹത്തിന് 3 സഹോദരന്മാരുണ്ടായിരുന്നു. ജനകൻ സംഭാഷണം ഇങ്ങനെ അവസാനിപ്പിച്ചു: എൻ്റെ മൂത്ത പുത്രിയായ സീതയെ രാമന് വധുവായി സ്വീകരിക്കുവാനും എൻ്റെ മറ്റൊരു പുത്രിയായ ഊർമിളയെ ലക്ഷ്മണന് വേണ്ടി വധുവായി സ്വീകരിക്കുവാനും ഞാൻ അങ്ങയോട് ഉപേക്ഷിക്കുന്നു. അദ്ദേഹം തുടർന്ന് പറഞ്ഞു: മതപരമായ എല്ലാ ഒരുക്കങ്ങളും ചെയ്യുക. ഇന്നു മുതൽ 3 ദിവസം കഴിഞ്ഞ് ഉത്തര ഫൽഗുനി നക്ഷത്രത്തിൽ വിവാഹകർമ്മം നടത്താം. വിശ്വാമിത്രൻ ജനകനോട് പറഞ്ഞു. ജനക മഹാരാജാവ്, അങ്ങ് നിർദ്ദേശിച്ച വിവാഹബന്ധങ്ങൾ ഏറ്റവും ശുഭം തന്നെ. ഞങ്ങളെല്ലാം അതിൽ സന്തുഷ്ടരാണ്. ഒരു നിർദ്ദേശം കൂടി ഞാൻ വെക്കാം. അങ്ങയുടെ സഹോദരനായ കുശധ്വജന് സുന്ദരിമാരായ 2 പുത്രിമാരുണ്ടെന്ന് ഞാൻ അറിയുന്നു. അയോധ്യ രാജാവിനെ പ്രതിനിധീകരിച്ച് ഞാൻ അങ്ങയോട് പറയുകയാണ്, അവരെ ഭരതനും ശത്രുഘ്നനും വിവാഹം കഴിച്ചു കൊടുത്താൽ കൊള്ളാം. ഈ വിവാഹബന്ധങ്ങൾക്ക് വഴി ഈ 2 വംശങ്ങളും കുരുക്കഴിക്കാൻ വയ്യാത്ത വിധം പരസ്പരം ബന്ധപ്പെടട്ടെ. വിശ്വാമിത്രന്റെ ഈ നിർദ്ദേശം ആ സഭാതലത്തിന്റെ ഐകകണ്ഠ്യമായ പ്രശംസയ്ക്ക് പാത്രമായി. ദശരഥ മഹാരാജാവാകട്ടെ സന്തുഷ്ട ഹൃദയനായി കൊട്ടാരത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. വിവാഹ ദിവസം രാവിലെ ദശരഥ മഹാരാജാവ് സ്വന്തം സന്യാസങ്ങളോടൊത്ത് സഭാമന്ദിരത്തിലേക്ക് എത്തിച്ചേർന്നു. രാജകുമാരന്മാർ അച്ഛനോടൊപ്പം ഉണ്ടായിരുന്നു. പുരോഹിതനായ വസിഷ്ഠൻ ജനകനെ നോക്കി മന്ദഹാസം ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ദശരഥ മഹാരാജാവ് പുത്രന്മാരാലോകിതനായി ഇവിടെ സന്നിഹിതനായിരിക്കുന്നു. പുത്രന്മാരെ മംഗളകർമ്മത്തിന് ഒരുക്കിക്കഴിഞ്ഞിരിക്കുന്നു. അവരുടെ മണിബന്ധങ്ങളിൽ പവിത്ര കങ്കണങ്ങൾ കെട്ടിക്കഴിഞ്ഞു. ദാതാവിനും ദാനം സ്വീകരിക്കുന്നവനും നന്മയെ ചേരുന്ന കന്യാദാനകർമ്മം നിർവഹിക്കുവാൻ ഇനി ഒട്ടും താമസിക്കേണ്ട. ഋഷിമാരായ വിശ്വാമിത്രന്റെയും ശതാനന്ദന്റെയും ഉപദേശപ്രകാരം ജനകൻ വിവാഹ മണ്ഡപത്തെ പുഷ്പാതുതികളാലും ഐശ്വര്യപ്രദമായ മറ്റു ചിഹ്നങ്ങളാലും വേണ്ട വിധം അലങ്കരിച്ചിരുന്നു. ഇവയെല്ലാം വേദവിധിയിൽ കർമ്മപ്പെട്ടവയായിരുന്നു. പിന്നീട് അദ്ദേഹം മന്ത്രോച്ചാരണത്തോടുകൂടി കുണ്ടത്തിൽ തീയിട്ടു. ജനകൻ സീതയെ ആനയിച്ചുകൊണ്ടുവന്നു. സീതയുടെ സൗന്ദര്യം വാചാമഗോചരമായിരുന്നു. അവൾ സാക്ഷാൽ മഹാലക്ഷ്മി തന്നെയാണെന്നും ഭഗവാൻ നാരായണന്റെ ആശ്രയം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണെന്നും തോന്നി. മിന്നൽ പിണർ പോലെ ശോഭിച്ചുകൊണ്ടിരുന്ന സീത തൻ്റെ നീണ്ട കണ്ണുകൾ കൊണ്ട് കീഴ്പോട്ട് നോക്കിക്കൊണ്ടിരുന്നു. അവളുടെ കറുത്ത നീണ്ട കേശഭാരം പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരുന്നു. അവൾ സർവഭരണ വിഭൂഷിതയായിരുന്നു. അവളുടെ ഉടയാട സ്വർണമയവും അരയന്നങ്ങളുടെ രൂപത്തിലുള്ള കരയോടുകൂടിയുള്ളവയായിരുന്നു. പിതാവിനോടൊപ്പം അവൾ മന്ദം മന്ദം നടന്നു വന്നു. ജനകൻ അവളെ രാമന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറഞ്ഞു: എൻ്റെ പുത്രിയായ ഈ സീത ഇനി മുതൽ അങ്ങയുടേതാവുകയാണ്. അവൾ അങ്ങയോടൊപ്പം ധർമ്മമാർഗത്തിൽ ചരിക്കും. അവളെ സ്വീകരിക്കുക. അവളെ പാണിഗ്രഹണം ചെയ്ത് നിങ്ങൾ ഇരുവരും അനുഗ്രഹീതരാവട്ടെ. അവൾ ഒരു പതിവ്രതയാണ്. ഒരു നിഴൽ പോലെ അവൾ അങ്ങയോടൊപ്പം ഉണ്ടാവും. ജനകൻ പിന്നീട് പുരുഷോത്തമനായ രാമന് തൻ്റെ പ്രിയപുത്രിയായ ഉദയപൂർവ്വം ദാനം ചെയ്തു. ആ ജലം രാമന്റെ കയ്യിൽ വീണ സമയത്ത് സ്വർഗത്തിൽ നിന്ന് ദിവ്യസംഗീതമുയർന്നു. വധൂവരന്മാരുടെ മേൽ ദേവന്മാർ പുഷ്പവർഷം ചെയ്തു. പിന്നീട് തൻ്റെ പുത്രിയായ ഊർമിളയെ ലക്ഷ്മണൻ നൽകിക്കൊണ്ട് ജനകൻ പറഞ്ഞു: ലക്ഷ്മണ, എൻ്റെ പുത്രിയായ ഊർമിളയെ അങ്ങയുടെ പത്നിയായി സ്വീകരിച്ചാലും അവളെ പാണിഗ്രഹണം ചെയ്യൂ. അവൾ അങ്ങയുടേതാവട്ടെ. ഭരതനും ശത്രുഘ്നനും രാജകുമാരിമാരായ മാണ്ഡവിയും ശ്രുകീർത്തിയെയും പാണിഗ്രഹണം ചെയ്തു. ആ യുവാക്കന്മാർ 4 പേരും തങ്ങളുടെ വധുക്കളുമൊത്ത് അഗ്നിയെ വലം വെക്കുകയും സ്വപ്നസ്പതി നടത്തമായ കാഴ്ച നയാനന്ദകരമാക്കി തീർത്തു. വിവാഹലോചന ശേഷം കഴിഞ്ഞ ശേഷം അവർ ആ രാത്രി സുഖമായി കഴിച്ചുകൂട്ടി. അതിരാവിലെ വിശ്വാമിത്രൻ രാജകുമാരന്മാരിരിക്കുന്ന കൊട്ടാരത്തിലേക്ക് നടന്നു. അദ്ദേഹം അവരോടൊപ്പം സ്നേഹപൂർവ്വം യാത്ര പറഞ്ഞ് വടക്ക് ഹിമവാങ്കിലുള്ള കൗശകീ തീരത്തിലേക്ക് യാത്ര തിരിച്ചു. അദ്ദേഹം സ്ഥിരമായി താമസിച്ചിരുന്നത് അവിടെയായിരുന്നു. വിശ്വാമിത്രൻ പോയ ശേഷം ദശരഥൻ ജനകന്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തോട് യാത്ര പറഞ്ഞു. പിന്നീട് പുത്രന്മാരോടും അവരുടെ വധുക്കളോടും കൂടി അയോധ്യയിലേക്ക് മടക്കയാത്ര ആരംഭിച്ചു. അനുയാത്രയായി അവരോടൊപ്പം കുറച്ചുനേരം പോയ ശേഷം ജനകൻ നഗരത്തിലേക്ക് തിരിച്ചു പോന്നു. ദശരഥൻ യാത്ര തുടരുകയും ചെയ്തു. അയോധ്യയ്ക്ക് പോകും വഴി രാജാവ് പല പല ദുശകനങ്ങൾ കണ്ടു. പക്ഷികൾ വിചിത്രങ്ങളും ഭയപ്രദങ്ങളുമായ ശബ്ദങ്ങൾ പുറപ്പെടുപ്പിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് അകാരണമായി സംഭ്രമിച്ചതുപോലെ അവ അങ്ങുമിങ്ങും പറന്നു. ജന്തുക്കൾക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന് സൂചിപ്പിച്ചുകൊണ്ടത് ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു അത്. ഈ വക സംഭവങ്ങളാൽ ദശരഥൻ സ്വാഭാവികമായും അമ്പരന്നു. ഈ ദുശകനങ്ങൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് അദ്ദേഹം വസിഷ്ഠനോട് ചോദിച്ചു. അല്പം ചിന്തിച്ച ശേഷം ഋഷി പറഞ്ഞു: ദശരഥ,
ഭയാനകമായി എന്തോ ഒന്ന് സംഭവിക്കുവാൻ പോവുകയാണ്. അതിനെപ്പറ്റി യാതൊരു സംശയവുമില്ല. പക്ഷികളുടെ ഭയം അതിനെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ജന്തുക്കളുടെ പ്രദക്ഷിണം വെക്കൽ ആ ഭയപ്പാട് നീങ്ങുമെന്നും കാണിക്കുന്നുണ്ട്. അതിനാൽ വലിയ ആപത്തൊന്നും ഇടയില്ല. ആ ഭയം വേണ്ട, വന്നത് അതോടുകൂടെ നീങ്ങും. അവരത് പറഞ്ഞുകൊണ്ടിരിക്കെ പെട്ടെന്ന് കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. ഭൂമി കുലുങ്ങുന്നത് പോലെ തോന്നി. അതൊരു ചുഴലിക്കാറ്റ് പോലെയായിരുന്നു. സൂര്യപ്രകാശം മങ്ങി. നാലുപാടും പൊടി കൊണ്ട് മൂടി. ഒന്നും കാണുവാൻ വയ്യാതെയായി. രാജാവിൻ്റെ സൈന്യത്തിൽ ഓരോരുത്തരുടെയും ഹൃദയം പിടച്ചു. ഇതെന്തിനുള്ള പുറപ്പാടാണ്? ദശരഥൻ ഭയപ്പെട്ടു. ആ ഇരുട്ടിൻ്റെയും പൂഴിയുടെയും ഇടയിലൂടെ ഒരു ശ്രേഷ്ഠ രൂപം അവരുടെ നേർക്ക് വന്നു കയറി. കാഴ്ചയിൽ ഒരു യതിയാണെന്ന് തോന്നി. ഭഗവാൻ മഹാദേവനെ പോലെ ജടാഭാരമുണ്ടായിരുന്നു ആ യതിക്ക്. അദ്ദേഹം ഭാർഗവ പരശുരാമനായിരുന്നു. ക്ഷത്രിയകാന്തനായ, ക്ഷത്രിയ ഹൃദയങ്ങളിൽ കൊടും ഭീതി ജനിപ്പിച്ച സാക്ഷാൽ പരശുരാമൻ തന്നെ. കാലാവസാനത്തിൽ ഭൂമിയെ നകത്തിയെടുക്കുന്ന കാലാഗ്നിയെപ്പോലെ ഭയങ്കരനായിരുന്നു അദ്ദേഹത്തിൻ്റെ രൂപം. കൈലാസ പർവ്വതം പോലെ ഹഠാത് ആകർഷിക്കപ്പെട്ടാത വിധത്തിലുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ രൂപം. കണ്ണഞ്ചിപ്പിക്കും വിധം തേജസ്വിയായിരുന്നു അദ്ദേഹം. പരശുരാമൻ എന്ന പേരിന് അദ്ദേഹം അർഹനാക്കിയ പരശു അഥവാ മഴു അദ്ദേഹത്തിൻ്റെ തോളിൽ അലങ്കരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കേൾവി കേട്ട ഒരു വില്ല് കാണപ്പെട്ടു. ത്രിപുര ദഹനത്തിന് പുറപ്പെട്ട മഹാദേവനാണ് അദ്ദേഹമെന്ന് കാഴ്ചയിൽ എല്ലാവർക്കും തോന്നി. അദ്ദേഹത്തെ കണ്ടയുടനെ ഋഷിമാർ വസിഷ്ഠനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി. അവർ കൈകൾ കൂപ്പിക്കൊണ്ട് അദ്ദേഹത്തെ ഭക്തിയാദരപൂർവ്വം വന്ദിച്ചു. സുപ്രസിദ്ധമായൊരു ക്ഷത്രിയ വംശത്തിലെ അരുമ സന്താനങ്ങൾക്കിടയിലേക്ക് ഈ ക്ഷത്രിയാഗന്തകൻ വന്നു കയറുന്നത് കണ്ട് അവർ ഏറ്റവും പരിഭ്രമിച്ചു. അവർ ഇങ്ങനെ വിചാരിച്ചു: ഭാർഗവന്റെ ക്ഷത്രിയ രക്തം കൊണ്ട് പിതൃതർപ്പണം കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം കോപവും ക്ഷത്രിയ വിരോധവും നിശേഷം കൈവിട്ടു എന്നാണല്ലോ നമ്മുടെ അറിവ്. അതുകൊണ്ട് രാജാവിനും പുത്രന്മാരും ആപത്തൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. എന്നാലും അത്യുഗ്രമായ കോപം അദ്ദേഹത്തിന്റെ പുരികുടികളിൽ കാണുന്നുണ്ട്. അതെന്താണ്? അവർ അതിഥിക്ക് അർഘ്യം നൽകി. അദ്ദേഹം അത് സ്വീകരിക്കുകയും ചെയ്തു. അദ്ദേഹം രാമന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു: അങ്ങയുടെ ശൗര്യത്തെപ്പറ്റി ഞാൻ കേട്ടു തുടങ്ങിയതിൻ്റെ ഏറെ നാളായി. ജനങ്ങളുടെ സംസാരവും അതുതന്നെ. അങ്ങയുടെ മിഥിലയ സന്ദർശനത്തെപ്പറ്റി, മഹാശ്വര ചാപ പഞ്ചനത്തെപ്പറ്റിയും ഞാൻ കേട്ടിരിക്കുന്നു. അങ്ങയുടെ ശൗര്യം എത്രയോ ഉണ്ടെന്നറിയുവാൻ എനിക്ക് ജിജ്ഞാസയുണ്ട്. അതുകൊണ്ട് അങ്ങയെ പരീക്ഷിക്കുവാനായി ഞാൻ മറ്റൊരു ചാപം കൊണ്ടുവന്നിട്ടുണ്ട്. താൻ കയ്യിൽ പിടിച്ചിരുന്ന ചാപം രാമന്റെ നേരെ നീട്ടിക്കൊണ്ട് അദ്ദേഹം തുടർന്നു: ഈ ചാപം എൻ്റെ പിതാവായ ജമദഗ്നിയുടേതായിരുന്നു. അത് തൊട്ടു നോക്കുവാൻ പോലും സകലർക്കും ഭയമാണ്. അത് പൊക്കി ഞാൻ കിട്ടിയ ഒരു അസ്ത്രം അയക്കുവാൻ അങ്ങയ്ക്കാകുമോ എന്ന് ഞാനൊന്ന് കാണട്ടെ. അപ്പോൾ മാത്രമേ അങ്ങയെപ്പറ്റി കേട്ട കഥകൾ ഞാൻ വിശ്വസിക്കൂ. ഞാൻ വ്യവസ്ഥ ചെയ്തതുപോലെ ചെയ്യുവാൻ അങ്ങയ്ക്ക് കഴിഞ്ഞുവെങ്കിൽ ഞാൻ അങ്ങയെ എനിക്ക് ചേർന്ന ഒരു എതിരാളിയായി പരിഗണിക്കും. അതിനുശേഷം നമുക്കൊരു ദ്വന്ദ്വയുദ്ധം ചെയ്യാം. അതല്ല, അങ്ങയ്ക്കിതിന് ഭയമാണെങ്കിൽ അങ്ങ് എന്നിൽ പരാജിതനായി എന്ന് സമ്മതിക്കുക. എൻ്റെ മേധാവിത്വം അങ്ങ് സമ്മതിക്കണം. അതല്ലെങ്കിൽ എന്നോട് യുദ്ധം ചെയ്യണം. ജ്വലിച്ച കണ്ണുകളുമായി ഭാർഗവരാമൻ അവിടെ നിന്നു. തൻ്റെ പ്രിയപുത്രനെ കൊല്ലുവാൻ തയ്യാറായി പ്രതികാരഭാവത്തോടെ നിൽക്കുകയാണ് ഭാർഗവരാമൻ എന്ന് ദശരഥന് തോന്നി. മ്ലാനവദനനായി അദ്ദേഹം പറഞ്ഞു: ക്ഷത്രിയരോടുള്ള അങ്ങയുടെ കോപം ശമിച്ചു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങയുടെ ശത്രുത കെട്ടടങ്ങിയ അഗ്നി പോലെ ആയിക്കഴിഞ്ഞു എന്നും കേൾക്കുന്നു. പിന്നെ എന്തിനാണ് ഈ കോപം? എൻ്റെ പുത്രനെ ഉപദ്രവിക്കരുത്. അവനെ രക്ഷിക്കണമെന്ന് ഞാൻ അങ്ങയോട് യാചിക്കുന്നു. അങ്ങ് ആയുധം വയ്ക്കുമെന്ന് ഇന്ദ്രനോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങ് തപസ്യായ മഹേന്ദ്ര പർവ്വതത്തിൽ പോയതല്ലേ. പിന്നെ ഇപ്പോൾ എന്തിനാണ് ഈ കോപഭാവം? എൻ്റെ പുത്രനായ രാമൻ കൊല്ലപ്പെട്ടാൽ അത് ഞങ്ങളുടെ മുഴുവൻ അന്ത്യമാകും. ദശരഥൻ്റെ കുടുംബം പാടെ നശിപ്പിക്കുവാനാണ് അങ്ങയുടെ വരവെന്ന് തോന്നുന്നു. ദശരഥൻ്റെ ദയനീയമായ മുറിവിളിക്കൊന്നും പരശുരാമൻ ചെവി കൊടുത്തില്ല. അദ്ദേഹം രാമൻ്റെ നേരെ മാത്രമേ നോക്കിയുള്ളൂ. അദ്ദേഹം പറഞ്ഞു: ഈ 2 ചാപങ്ങളും വിശ്വകർമാവിനാൽ ഒരേ സമയത്ത് നിർമ്മിക്കപ്പെട്ടവയാണ്. 3 ലോകങ്ങളിലും പ്രസിദ്ധി കേട്ടവയാണിവ. അവ ദൃഢവും ബലവത്തുമാണ്. സാധാരണക്കാർക്ക് അവ കൈകാര്യം ചെയ്യുവാൻ കഴിയുകയില്ല. ഇവയിലൊന്ന് മുക്കണ്ണനായ മഹാദേവന് നൽകപ്പെട്ടു. മറ്റേത് ശ്രീനാരായണൻ. എൻ്റെ കയ്യിലുള്ളത് വൈഷ്ണവ ചാപമാണ്. അത് പരാജയം കാണാത്തതാണ്. ശൈവബാണം പോലെ തന്നെ പ്രസിദ്ധവുമാണ്. വിഷ്ണുവിനോ ശിവനോ അധികം ശക്തി എന്നറിയാമെന്ന് ദേവന്മാർ ആഗ്രഹിച്ചു. അവർ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്ന് അവർ ആ 2 ദേവന്മാർ തമ്മിൽ കലഹം സൃഷ്ടിച്ചു. വിഷ്ണുവും ശിവനും തമ്മിൽ രോമാഞ്ചകജ്ജുമായ ഒരു യുദ്ധം നടന്നു. വിഷ്ണു ശിവന്റെ നേരെ ജംബ്രാണാസ്ത്രം പ്രയോഗിച്ചപ്പോൾ ശിവന്റെ ചാപം അല്പം ഒടിഞ്ഞുപോയി. ശിവൻ അമ്പരന്ന നിലയിലായി. പക്ഷെ യുദ്ധം പുനരാരംഭിച്ചു.
ദേവന്മാർ അവരുടെ ജിജ്ഞാസയെപ്പറ്റി പിഴച്ചു. കോപാവിഷ്ടരായ ഈശ്വരന്മാരെ പ്രീണിപ്പിച്ച് യുദ്ധം നിർത്തിക്കുകയും ചെയ്തു. മഹാദേവൻ ആ ചാപം ജനകന്റെ പൂർവികരെ ഏൽപ്പിച്ചു. ആ ചാപമാണ് അങ്ങ് ഖണ്ഡിച്ചത്. മറ്റേ ചാപം പൃഥ്വിക്ക് നൽകപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പുത്രനും എൻ്റെ പിതാവുമായ ജമ നൽകി. എൻ്റെ പിതാവിൽ നിന്ന് പിന്തുടർച്ചയായി അതെനിക്ക് ലഭിച്ചു. അഹങ്കാരത്താൽ മതം പൂണ്ട കാർത്തിവീരാർജുനൻ എൻ്റെ പിതാവിനെ കൊന്നു. എൻ്റെ അച്ഛൻ്റെ മരണത്തിന് പ്രതികാരമെന്ന നിലയിൽ എണ്ണമറ്റ ക്ഷത്രിയ രാജാക്കന്മാരെ ഈ ചാപം കൊണ്ടാണ് ഞാൻ കൊന്നത്. ഭൂമി മുഴുവനും എൻ്റെ അധീനതയിലായി. ഞാൻ എൻ്റെ അച്ഛന് വേണ്ടി പിതൃതർപ്പണം ചെയ്തു. ഇത്രയേറെ രാജാക്കന്മാരെ കൊന്നതിൻ്റെ പാപശമനത്തിനായി പിന്നീട് ഞാനൊരു യാഗം നടത്തുകയുണ്ടായി. യാഗാവസാനത്തിൽ ഭൂമി മുഴുവൻ ഞാൻ കശ്യപദാനന് ദാനം ചെയ്തു. അന്നു മുതൽ ഇന്നു വരെ ഞാൻ മഹേന്ദ്രപർവ്വതത്തിൽ തപസ്സനുഷ്ഠിച്ച് കാലം കഴിക്കുകയാണ്. സ്വർഗവാസികൾ അങ്ങയെയും അങ്ങയുടെ ശൗര്യത്തെപ്പറ്റിയും സ്തുതിക്കുന്നത് ഞാൻ കേട്ടു. അങ്ങയോട് എതിർക്കുവാൻ വേണ്ടി താഴ്വര വരൻ എന്നെ പ്രേരിപ്പിച്ചതാണ്. അങ്ങൊരു യഥാർത്ഥ ക്ഷത്രിയനാണെങ്കിൽ എൻ്റെ പോർവിളി സ്വീകരിക്കുക. ഞാൻ നിർദ്ദേശിച്ചതുപോലെ ഈ ചാപം കുലിച്ച് ഞാൻ കെട്ടുക. അത് ചെയ്യുവാൻ കഴിഞ്ഞാൽ എന്നോട് പൊരുതുവാനുള്ള യോഗ്യത അങ്ങയ്ക്കുണ്ട്. ഞാനത് സമ്മതിക്കും. കോപാവിഷ്ടനായ പരശുരാമൻ തൻ്റെ പ്രസംഗം അവസാനിക്കും വരെ രാമൻ നിശബ്ദനായി നിന്നു. അദ്ദേഹം പിതാവിനെ ആശ്വസിപ്പിച്ച ശേഷം പരശുരാമനോട് ഇപ്രകാരം പറഞ്ഞു: ഭാർഗവ, അങ്ങ് പറഞ്ഞത് ഞാൻ കേട്ടു. അങ്ങയുടെ പോർവിളി ഞാൻ സസന്തോഷം സ്വീകരിക്കുന്നു. അങ്ങയോട് യുദ്ധം ചെയ്യുവാൻ കരുത്തില്ലാത്ത ഒരു ബലഹീനനാണ് ഞാനെന്ന് അങ്ങ് വിചാരിക്കുന്നത് പോലെ തോന്നുന്നു. അങ്ങെന്നെ അപമാനിച്ചിരിക്കുന്നു. എൻ്റെ ഭുജബലം എത്രയുണ്ടെന്ന് ഞാൻ അങ്ങേക്ക് കാണിച്ചു തരാം. രാമൻ കൈനീട്ടി നിഷ്പ്രയാസം ആ ചാപം ഏറ്റുവാങ്ങി. അതിൽ ഞാൻ കെട്ടി ശരം തൊടുത്തു. പിന്നീട് അദ്ദേഹം പറഞ്ഞു: ഭാർഗവ, വിശ്വാമിത്രൻ എൻ്റെ പ്രിയ ഗുരുവാണ്. ഞാൻ അദ്ദേഹത്തെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു. അദ്ദേഹത്തിന് തൻ്റെ സഹോദരിയായ സത്യവിദ്യയോടും വലിയ വാത്സല്യമായിരുന്നു. സംഗീതവശാൽ അങ്ങയുടെ പിതാവ് ആ സ്ത്രീരത്നത്തിൻ്റെ പുത്രനുമാണ്. ആ ബന്ധമോർത്തും അങ്ങൊരു ബ്രാഹ്മണനാകിയാലും ഞാൻ അങ്ങയെ ബഹുമാനിക്കേണ്ടതാണ്. അങ്ങയുടെ ജീവന്റെ നേരെ ഈ ശരം വിടുവാൻ ശ്രമിക്കാത്തതിന് അതാണ് ഏക കാരണം. ഒരിരയെ ലഭിക്കാത്ത എൻ്റെ ശരം ഒരിക്കലും മടങ്ങിയോ പതിവില്ല. ഈ ബാണത്തിന് ശരവ്യം എന്തെന്നാണെന്ന് വേഗം പറയുക. അങ്ങ് പറയും പോലെ ഈ ചാപം ഏറ്റവും ശക്തിമത്താണ്. അത് വൈഷ്ണവ ചാപമാണല്ലോ. ഈ ശരം പാഴാക്കുവാൻ നിവൃത്തിയില്ല. ഇതിന് ലക്ഷ്യം എന്താണ്? എന്നോട് പറയും. അതങ്ങയുടെ തപോദാനമായിരിക്കുമോ അതോ അങ്ങയുടെ പരലോകപ്രാപ്തിയോ? അതനുസരിച്ചായിരിക്കും എൻ്റെ ശരപ്രയോഗം. പതിവ് പോലെ ദേവന്മാർ ബ്രഹ്മാവുമൊത്ത് ആ രണ്ട് രാമന്മാരുടെയും തമ്മിലുള്ള യുദ്ധം കാണുവാനായി ആകാശത്ത് നിരന്നു. പരശുരാമന് തൻ്റെ അംഗങ്ങളിൽ നിന്ന് ശക്തി ചോർന്നു പോകുന്നത് പോലെ തോന്നി. അദ്ദേഹം നിർത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: രാമ, അങ്ങൻ്റെ മേലെയാണെന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു. ഞാനിതാ മഹേന്ദ്രപർവ്വതത്തിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയാണ്. ഞാൻ അവിടെ എന്നും വസിക്കും. ഞാൻ ആർജിച്ച തപോധനം ഇതാ അങ്ങയ്ക്കായി നൽകുന്നു. ചാപം കയ്യിലെടുത്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അങ്ങ് സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണെന്ന്. താൻ പരാജിതനായിരിക്കുന്നു. വിചിത്രമെന്ന് പറയട്ടെ, അങ്ങയോട് പരാജയം സമ്മതിക്കുന്നതിൽ എനിക്ക് അപമാനമോ പകയോ ഉണ്ടായിരിക്കില്ല. പരശുരാമൻ ഇത് പറഞ്ഞപ്പോൾ രാമൻ ചാപത്തിൽ നിന്ന് ശരം വിട്ടു. പരശുരാമൻ മഹേന്ദ്ര പർവ്വതത്തിലേക്ക് പോയി. അദ്ദേഹം തൻ്റെ തപശക്തി മുഴുവൻ രാമനായി ഉപേക്ഷിച്ചു. അദ്ദേഹം രാമനെ പ്രദക്ഷിണം വെച്ച് വടക്ക് മഹേന്ദ്ര പർവ്വതത്തിലേക്ക് പോയപ്പോൾ സ്വർഗവാസികൾ ആനന്ദിച്ചു. രാമന് കോപമടക്കുവാൻ കുറച്ചു സമയം വേണ്ടി വന്നു. തൻ്റെ കോപം അടങ്ങിയപ്പോൾ അദ്ദേഹം ആ ചാപം സുമാധിപതനായ വരുണന് നൽകി. അതിനുശേഷം രാമൻ അച്ഛനോട് പറഞ്ഞു: വരൂ അച്ഛ, പരശുരാമനെ ഞാൻ മടക്കി അയച്ചിരിക്കുന്നു. നമുക്ക് അയോധ്യയിലേക്കുള്ള യാത്ര തുടരാം. സ്വപ്നവാസ്തലമായിരുന്ന ദശരഥൻ കാര്യബോധം വന്ന് ആഹ്ലാദപൂർവ്വം തൻ്റെ പ്രിയപുത്രനെ ആലിംഗനം ചെയ്തു. അവർ അയോധ്യയിൽ എത്തിച്ചേർന്നു. പൗരന്മാർ വലിയ വികാരാവേശത്തോടെ അവരെ സ്വാഗതം ചെയ്തു. സംഗീതധ്വനി എങ്ങും മുഴങ്ങി. രാജാവ് പുത്രന്മാരോടും പുത്രവധുക്കളോടും കൂടി കൊട്ടാരത്തിൽ പ്രവേശിച്ചു. രാമൻ പിതാവിൻ്റെ ഉത്തമപുത്രനായിരുന്നു. രാജാവിൻ്റെ ഐതിഷ്ടവും അത്രയെത്ര തുച്ഛമായതും അറിഞ്ഞു ചെയ്യുന്നതിൽ അദ്ദേഹം അതീവ ശ്രദ്ധാലുവായിരുന്നു. അദ്ദേഹം അയോധ്യയിൽ സർവരുടെയും കണ്ണിലുണ്ണിയായിരുന്നു. സീതയും രാമനും അത്യന്തം നിഷ്കളങ്ക പ്രേമത്തോടുകൂടിയുള്ള ദമ്പതികളായിരുന്നു. ആദർശവതിയായൊരു പത്നിയായിരുന്നു സീത. സൗന്ദര്യത്തിലും വിനയത്തിലും ഗുരുക്കന്മാരോടുള്ള ബഹുമാനത്തിനും അവൾ രാമനോട് സദൃശിയായിരുന്നു. അവൾ രാമന് പ്രിയപ്പെട്ടവളായിരുന്നു. അവരുടെ ഹൃദയം ഒന്നായിരുന്നു. അവരുടെ സൗന്ദര്യം ലക്ഷ്മി നാരായണന്മാരുടേതിന് തുല്യമായിരുന്നു. അവർ അയോധ്യ നഗരിയിൽ സസുഖം പാർത്തു വന്നു. അയോധ്യാകാന്ഡം. കൈകേയി ദശരഥന്റെ ഇളയരാജ്ഞിയായിരുന്നു. ഭരതന്റെ അമ്മയുമായിരുന്നു. അവളുടെ പിതാവായ അശ്വപതിക്ക് പ്രായമേറെയായി. തൻ്റെ പുത്രനായ ഭരതനെ കേകേയത്തിലേക്ക് അയച്ചാൽ അദ്ദേഹത്തിന് സന്തോഷമാവുമെന്ന് ദശരഥൻ വിചാരിച്ചു.
അദ്ദേഹം ഭരതനെ വിളിച്ചു വരുത്തി. മുത്തച്ഛനോടും അമ്മാവനായ യുധിഷ്ഠിരനോടൊപ്പം കുറച്ചു ദിവസം പോയി താമസിക്കുവാൻ അദ്ദേഹം ഭരതനോട് ആവശ്യപ്പെട്ടു. ഭരതനോടൊപ്പം സഹോദരനായ ശത്രുഘ്നനും കേകയത്തിലേക്ക് പോയി. അവർ തമ്മിൽ ഒരിക്കലും വിട്ടുപിരിഞ്ഞിരുന്നില്ല. അത്ര സ്നേഹമായനായിരുന്നു അവർക്ക് പരസ്പരം. ഉള്ളിലുള്ള 6 ശത്രുക്കളെ, അതായത് കാമ, ക്രോധ, ലോഭ, മോഹ, മത മാത്സര്യങ്ങളെ ജയിച്ച ശ്രേഷ്ഠനായ ഒരു രാജകുമാരനായിരുന്നു ശത്രുഘ്നൻ. അതായത് അദ്ദേഹത്തിന് ആ പേര് തികച്ചും അന്വർത്ഥമായിരുന്നു. ലക്ഷ്മണൻ രാമൻ എന്ന പോലെയായിരുന്നു ഭരതന് ശത്രുഘ്നൻ. അവർ രണ്ടും ദേഹവും ഒരു ദേഹിയുമായിരുന്നു. അവരുടെ വരവിൽ വൃദ്ധനായ അശ്വപതി വളരെ സന്തുഷ്ടനായി. മാതൃഗൃഹത്തിൽ അമ്മാവനും മുത്തച്ഛനും അവരെ വളരെ ലാളിച്ചു പോന്നു. എങ്കിലും പിതാവിൻ്റെ ചിന്ത രാജകുമാരന്മാരെ അലക്കിക്കൊണ്ടേയിരുന്നു. ദശരഥനും അവരെപ്പറ്റി പലപ്പോഴും ഓർമ്മിച്ചിരുന്നു. ദശരഥന് തൻ്റെ 4 പുത്രന്മാരും വളരെ പ്രിയപ്പെട്ടവയായിരുന്നു. അദ്ദേഹത്തിന് തൻ്റെ 4 കൈകളെ പോലെയായിരുന്നു അവർ. വാർദ്ധക്യത്തിൽ ജനിച്ചവരാകിയാൽ അവരോടുള്ള അമിതമായ മമതയായിരുന്നു. എങ്കിലും മറ്റു പുത്രന്മാരോടുള്ളതിനേക്കാൾ അധികം പ്രിയം അദ്ദേഹത്തിന് രാമനോട് തോന്നിയിരുന്നു. ഇതിന് കാരണം രാമന്റെ സൗന്ദര്യം, വശ്യത എന്നിവയാവാം, അഥവാ സ്വഭാവ വിശേഷങ്ങളും ആവാം. രാവണനെ വധിക്കുവാൻ വേണ്ടി ഭൂമിയിൽ വന്ന അവതാരമെടുത്ത മഹാവിഷ്ണുവാണ് അദ്ദേഹമെന്ന് ദേവന്മാർ മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. കൗസല്യാപുത്രനായ രാമനിൽ അഭിമാനം കൊണ്ടു. അവൾ ഇന്ദ്രമാതാവായ അതിഥിയെ പോലെ തോന്നപ്പെട്ടു. രാമനെ പറ്റിയാണെങ്കിൽ മനുഷ്യനെ മഹത്വത്തിലേക്ക് ഉയർത്തുന്നതായ സ്വഭാവ വിശേഷണങ്ങളാൽ അദ്ദേഹം അതുല്യനായിരുന്നു, അഗ്രഗണ്യനായിരുന്നു. അദ്ദേഹം കാഴ്ചയിൽ സുന്ദരനായിരുന്നു. ധീരതയും അതോടൊപ്പം തന്നെ കരുണയും അദ്ദേഹത്തിൽ കുടികൊണ്ടു. അദ്ദേഹം സദാ പ്രശാന്തനും എല്ലാവരോടും മൈത്രീഭാവത്തിൽ വർത്തിക്കുന്നവനുമായിരുന്നു. അദ്ദേഹം എപ്പോഴും സൗമ്യമായും സ്നേഹസമൃദ്ധമായും സംസാരിച്ചു. ആരെങ്കിലും അദ്ദേഹത്തോട് പരുക്ഷമായി സംസാരിച്ചാൽ പോലും അദ്ദേഹം ഒരിക്കലും അതേ സ്വരത്തിൽ മറുപടി പറയുകയില്ല. ആരെങ്കിലും ഒരാൾ അദ്ദേഹത്തിന് ഒരു പകരം ചെയ്താൽ അതത്ര ചെറുതാണെങ്കിൽ പോലും അദ്ദേഹം അത് എപ്പോഴും കൃതജ്ഞാപൂർവ്വം സ്മരിക്കും. അതേസമയം താൻ ചെയ്ത സൽക്കർമ്മങ്ങൾ 100 കണക്കിനുണ്ടെങ്കിലും അവയിലെല്ലാം തന്നെ അദ്ദേഹം മറക്കുകയും ചെയ്യും. ഒരു ക്ഷത്രിയന് ചേർന്ന അസ്ത്രവിദ്യയും മറ്റു കലകളും ആയുധശാലകളിൽ നിന്ന് അഭ്യസിക്കുമ്പോഴും അദ്ദേഹം പ്രായമായവരുടെ ഒപ്പം സമയം ചെലവഴിക്കുവാൻ ശ്രദ്ധിച്ചു. പ്രായത്തിലും അറിവിലും തന്നേക്കാൾ മുതിർന്നവരിൽ നിന്ന് ലോകനീതികൾ പഠിച്ചു. അദ്ദേഹം അതിബുദ്ധിമാനായിരുന്നു. ജനങ്ങളുമായി സംസാരിക്കേണ്ടി വന്ന കാലവിദ്യയെ അദ്ദേഹം കരസ്ഥമാക്കിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ശബ്ദം ശ്രവണ മധുരമായിരുന്നു. നല്ലൊരു യോദ്ധാവായിട്ടും അദ്ദേഹം ഒരിക്കലും തൻ്റെ വീര്യത്തെ ചൊല്ലി ഗർവ്വകൊണ്ടില്ല. അദ്ദേഹം ഒരിക്കലും അസത്യം പറഞ്ഞില്ല. അദ്ദേഹത്തിന് ഒരു വ്രതമുണ്ടായിരുന്നു. വിദ്വാൻമാരെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കുക എന്നതിൽ അദ്ദേഹം സദാ ജാഗരൂകനും ദൃഢചിത്തനുമായിരുന്നു. അവരോടൊപ്പം ദീർഘനേരം കഴിച്ചുകൂടുകയും അവർക്ക് പഠിപ്പിക്കാനുള്ളതെല്ലാം വിനീതനായിരുന്നു പഠിക്കുകയും അദ്ദേഹം ചെയ്തു പോന്നു. പിതാവിൻ്റെ പ്രജകളുമായി രാമൻ അത്യധികം ആസക്തി പുലർത്തിയിരുന്നു. അവരദ്ദേഹത്തെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ചെയ്തിരുന്നു. രാമൻ ഏവർക്കും സ്വന്തം പുത്രൻ എന്ന പോലെ പ്രിയങ്കരനായിരുന്നു. രാമൻ വലിയ ദീനദാലുവായിരുന്നു. ആപത്തിൽപ്പെട്ടവരോട് അദ്ദേഹം സഹതപിച്ചു. ആർക്കെങ്കിലും വേദനയോ ദുഃഖമോ സംഭവിച്ചാൽ ആദ്യം കണ്ണീർ പൊഴിക്കുന്നത് അദ്ദേഹമായിരുന്നു. അദ്ദേഹം വലിയ ധർമ്മിഷ്ഠനായിരുന്നു. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുവായ കോപത്തെ അദ്ദേഹം അടക്കിയിരുന്നു. വാക്കുകൊണ്ടുപോലും അദ്ദേഹം ആരെയും വേദനിപ്പിച്ചില്ല. മറ്റുള്ളവർ പറയുന്നത് ക്ഷമയോടെ കേൾക്കുവാനും അവരുടെ ചോദ്യങ്ങൾക്ക് വേണ്ട വിധം മറുപടി പറയുവാനും അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു. ഈ വിദ്യയിൽ അദ്ദേഹം ദേവാചാര്യനായ ബൃഹസ്പതിക്ക് തുല്യനായിരുന്നു. രാജാവിൻ്റെ ഈ യുവപുത്രനെ എല്ലാവരും ഒരുപോലെ സ്നേഹിച്ചു. രാമൻ്റെ സൽഗുണ സമ്പത്തിനെപ്പറ്റി വർണ്ണിക്കുവാൻ അസാധ്യമായിരുന്നു. അയോധ്യ നിവാസികളുടെ പ്രാണമായി തന്നെ അദ്ദേഹമായിരുന്നു. ഒരു സകലകലാ വല്ലഭനായിരുന്നു. പുറമെ വേദവേദാംഗങ്ങളിൽ നിപുണനുമായിരുന്നു അദ്ദേഹം. ആയോധനകലയിൽ അദ്ദേഹം പിതാവിനെ പോലും കവച്ചുവെച്ചു. ധർമ്മത്തിൻ്റെ ഉത്തമ മാതൃകളായിരുന്ന രാജാക്കന്മാരുടെ വംശത്തിൽ ജനിച്ച രാമൻ അവർക്കിടയിലെ രത്നം തന്നെയായിരുന്നു. ധർമ്മിഷ്ഠനും സത്യസന്ധനുമായിരുന്നതിനു പുറമെ അദ്ദേഹം ദൃഢചിത്തനുമായിരുന്നു. അദ്ദേഹം വിദ്യ അഭ്യസിച്ച മഹാത്മാരായ ഗുരുനാഥന്മാരിൽ നിന്നാണ്. അദ്ദേഹം പഠിച്ച വിദ്യ ഒരിക്കലും വിസ്മരിച്ചിട്ടില്ല. ഒരു മനുഷ്യന് വേണ്ടതായ എല്ലാ സൽഗുണങ്ങളുടെയും ഇരിപ്പിടമായിരുന്നു രാമൻ. എല്ലാവർക്കും അനുകരണീയനുമായിരുന്നു. അർത്ഥത്തിനും കാമത്തിനും മോക്ഷത്തിനും ധർമ്മമാർഗവുമാണ് ഏക അവലംബമെന്ന് രാമൻ ദൃഢമായി വിശ്വസിച്ചു. വിനയം വേണ്ട സമയത്ത് അദ്ദേഹം വിനീതനായിരുന്നു. വിചാരങ്ങൾ ഒതുക്കി നിർത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഏറ്റെടുത്ത പണി മുഴുമിപ്പിക്കാതെ അദ്ദേഹം അതിനെക്കുറിച്ച് ആരോടും പറഞ്ഞിരുന്നില്ല. അദ്ദേഹം ഒരു വിശ്വസ്ത മിത്രമായിരുന്നു. ധനം വേണ്ട വിധം ഉപയോഗിക്കുന്നതിൽ അദ്ദേഹം വിദഗ്ധനായിരുന്നു. എപ്പോൾ സമ്പാദിക്കണം, എപ്പോൾ ചെലവഴിക്കണം എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹം വലിയ ഈശ്വരഭക്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിജ്ഞാനം അതുല്യമായിരുന്നു. സന്ദർഭത്തിനൊത്ത വാക്ക് മാത്രമേ അദ്ദേഹം എപ്പോഴും പ്രയോഗിച്ചിട്ടുള്ളൂ. അദ്ദേഹം തീരെ അലസനായിരുന്നില്ല. എപ്പോഴും ജാഗ്രതയും ചുറുചുറുക്കും അദ്ദേഹത്തെ പ്രദർശിപ്പിച്ചു. മറ്റുള്ളവരുടെയും തൻ്റെയും പോരായ്മകളെപ്പറ്റി അദ്ദേഹം ബോധവാനായിരുന്നു. അദ്ദേഹം ശാസ്ത്ര നിപുണനായിരുന്നു. മനുഷ്യപ്രകൃതിയെ പഠിച്ചവനായിരുന്നു.
അദ്ദേഹം മിത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധിച്ചു. തിരഞ്ഞെടുത്തവരെ ഒരിക്കലും ഉപേക്ഷിച്ചതുമില്ല. അദ്ദേഹം സജ്ജനങ്ങളെ രക്ഷിക്കുകയും ദുർജനങ്ങളെ ശിക്ഷിക്കുകയും ചെയ്യുന്നതിൽ ശ്രദ്ധാലുവായിരുന്നു. ഏത് കാര്യവും വേണ്ട സമയത്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു. തെറ്റായ ഒരു കർമ്മവും അദ്ദേഹം ഒരിക്കലും ചെയ്തില്ല. തെറ്റായ വാക്ക് ഉച്ചരിച്ചിട്ടുമില്ല. പുരാണ ഗ്രന്ഥങ്ങളിൽ രാമൻ അഗാധമായ പാണ്ഡിത്യം നേടിയിരുന്നു. അതിനു പുറമെ ലളിതകലകളിലും നിപുണനായിരുന്നു അദ്ദേഹം. വീണ വായിക്കുവാനും ഓടക്കുഴൽ വിളിക്കുവാനും അദ്ദേഹം സമർത്ഥനായിരുന്നു. കൊത്തുപണി ശില്പി എന്ന പോലെ അദ്ദേഹം വൈദഗ്ധ്യം നേടി. തൻ്റെ വികാരണങ്ങൾ എന്ന പോലെ അശ്വങ്ങളെയും ആനകളെയും നിയന്ത്രിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. പലതരം വ്യൂഹങ്ങളും ചമയ്ക്കുന്നതിലും വ്രതം തെളിക്കുന്നതിലും അശ്വാരൂഢനായാലും നിലത്തുനിന്ന് യുദ്ധം ചെയ്യുന്നതിലും അദ്ദേഹം വിദഗ്ധനായിരുന്നു. ആയോധനമുറയുടെ സങ്കീർണതകളിൽ ദേവാസുരന്മാരെക്കാൾ മേലെയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ കോപത്തിനോ അസൂയയ്ക്കോ അല്പം പോലും സ്ഥാനമുണ്ടായിരുന്നില്ല. ഭൃത്യന്മാരെയോ ആശ്രിതന്മാരെയോ അദ്ദേഹം ഒരിക്കൽ പോലും അപമാനിച്ചിട്ടില്ല. ആരോട് എങ്ങനെ പെരുമാറണമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. അല്പം പോലും സ്വാർത്ഥ താല്പര്യമില്ലാതെ ചുറ്റുപാടനുസരിച്ച് പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ എണ്ണിപ്പറയാവുന്ന എല്ലാ സൽഗുണങ്ങൾക്കും വിളൻ നിലയമായിരുന്നു രാമൻ. അയോധ്യ നിവാസികളുടെ മുഴുവൻ കണ്ണിലുണ്ണിയായിരുന്നു അദ്ദേഹം. ഭൂമി തന്നെ അദ്ദേഹത്തെ ഭ്രമിച്ചു. അദ്ദേഹം തന്നെ ഭരിക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. അതെ, സാക്ഷാൽ മര്യാദ പുരുഷോത്തമനായ ശ്രീരാമകൃഷ്ണൻ. രാമന്റെ ഗുണങ്ങളെപ്പറ്റി ദശരഥൻ ഇടയ്ക്കിടെ ചിന്തിക്കും. അപ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ ഹൃദയം സന്തോഷം കൊണ്ട് തുടിക്കുക പതിവാണ്. രാമനെ യുവരാജാവാക്കണമെന്ന ആഗ്രഹം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഉദിച്ചു. രാമൻ ഏവർക്കും പ്രിയപ്പെട്ടവനാകിയാൽ അത് നന്നായിരിക്കുമെന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം സ്വയം പറഞ്ഞു, ഞാനിപ്പോൾ തന്നെ രാമനെ യുവരാജാവായി കിരീടധാരണം ചെയ്യിക്കുകയാണെങ്കിൽ അവൻ അഭിഷേക ജലത്താൽ കുളിച്ചു കൊള്ളുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവും. ഇത്രയും കാലം ഞാൻ ഭരിച്ചതിലും നന്നായി അവൻ രാജ്യം ഭരിക്കണമെന്ന് എനിക്കറിയാം. ഭൂമിയെ ബലവത്താക്കുവാൻ വേണ്ടി കാർമേഘങ്ങൾ വർഷിക്കും പോലെ രാമൻ ജനങ്ങൾക്ക് നന്മ ചെയ്യും. അവൻ ശൗര്യത്തിൽ യവനെ പോലെയും ഇന്ദ്രനെ പോലെയുമാണ്. അറിവിൽ ദേവഗുരുവായ ബൃഹസ്പതിക്ക് തുല്യനാണ്. എല്ലാം കൊണ്ടും എൻ്റെ പുത്രൻ എന്നേക്കാൾ എത്രയോ മേലെയാണ്. എൻ്റെ മകന് വേണ്ടി ഞാൻ ഭൂമിയെ ഉപേക്ഷിക്കണം. അങ്ങനെ എനിക്ക് സമാധാനത്തോടു കൂടി പരലോകം പ്രാപിക്കും. രാമനിൽ കാണുന്ന സൽഗുണങ്ങൾ മറ്റൊരുവനിലും കാണുകയില്ലെന്ന് രാജാവിന് അറിയാമായിരുന്നു. അദ്ദേഹം മനുഷ്യരിൽ ഉത്തമനായിരുന്നു. എല്ലാം കൊണ്ടും രാജഭരണത്തിന് യോജിച്ചവനായിരുന്നു രാമൻ. ദശരഥ മന്ത്രിമാരോട് ആലോചിക്കുവാൻ തീരുമാനിച്ചു. അവരുടെ അഭിപ്രായം ആരാഞ്ഞ് അതുപ്രകാരം നടത്തി തുടരുവാൻ ഉറയ്ക്കുകയും ചെയ്തു. കുറച്ചു കാലമായി രാജാവ് ചിന്താധീനനായിരുന്നു. തനിക്ക് വാർദ്ധക്യം വന്നു ചേർന്നുവെന്ന് അദ്ദേഹം അറിഞ്ഞു. അതിനും പുറമെ ദുശാഖണ്ഡങ്ങൾ കണ്ടുകൊണ്ടുള്ള മനോവിഷമവും അദ്ദേഹത്തിനുണ്ടായി. തനിക്കൊരു വലിയ ആപത്ത് വരാനിരിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി. തൻ്റെ മരണം ആസന്നമായി കഴിഞ്ഞുവെന്ന് പോലും അദ്ദേഹത്തിന് വിചാരമുണ്ടായി. തൻ്റെ പ്രജകൾക്ക് വേണ്ടിയും സ്വന്തം മനസമാധാനത്തിനു വേണ്ടിയും ഉടൻ തന്നെ രാമനെ കിരീടാവകാശിയാക്കുവാൻ രാജാവ് തീരുമാനിച്ചു. ചിന്തയും പ്രവൃത്തിയും ഒപ്പം കഴിഞ്ഞു. പൗരമുഖ്യന്മാരെയും പ്രധാനിമാരെയും അടുത്തുള്ള രാജാക്കന്മാരെയും അയോധ്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ദശരഥൻ നിർദ്ദേശം നൽകി. അതിഥികൾ താമസിയാതെ വന്നു ചേർന്നു. അവരെ രാജാവ് യഥോയോഗ്യം സൽക്കരിച്ചു. വലിയ സഭാമന്ദിരത്തിൽ എല്ലാവരും ഒത്തുകൂടി. അയോധ്യയിലെ ജനാവലിയും അവിടെ തടിച്ചുകൂടി. വേലിയേറ്റ സമയത്ത് സമുദ്രത്തിൻ്റെ പോലെയുള്ള ശബ്ദം കൊണ്ട് അവിടെ മുഖരിതമായി. രാജാവ് മന്ത്രിമാരോടൊപ്പം വന്ന് സിംഹാസനത്തിലിരുന്നു. ദശരഥൻ ദേവന്മാരുടെ മധ്യത്തിലിരിക്കുന്ന ഇന്ദ്രനെ പോലെ തോന്നപ്പെട്ടു. ദശരഥനെ ഒരു രാജാവെന്ന നിലയിൽ, ഒരു പിതാവെന്ന നിലയിലാണ് ജനങ്ങൾ കരുതിയിരുന്നത്. അദ്ദേഹം അഗാധവും ശക്തിയുമായ സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഇക്ഷ്വാകുവിൻ്റെ കാലം മുതൽ എൻ്റെ പൂർവികർ വരെ ഈ രാജ്യം ഭരിച്ചു പോന്നിരുന്നതിന് കാരണം നിങ്ങൾക്കെല്ലാം അറിവുള്ളതാണല്ലോ. എൻ്റെ പൂർവികരുടെ കാൽപ്പാട് പിന്തുടരുവാൻ കഴിവിനനുസരിച്ച് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അറിഞ്ഞുകൊണ്ട് ഞാൻ എന്തെങ്കിലും ധർമ്മമാർഗത്തിൽ നിന്ന് വ്യതിചരിച്ചിട്ടുണ്ടെങ്കിൽ അതെന്നോട് ക്ഷമിക്കുക. നിങ്ങളുടെ ഒരു പിതാവെന്ന നിലയിൽ ഞാൻ വർത്തിക്കുന്നുണ്ട്. എന്നാൽ ഏറെക്കാലമായി വെൺകറ്റകളുടെ ചാർത്തിയിരിക്കുന്ന ഈ ശരീരം ഞാനേറ്റ് ക്ഷീണിച്ചിരിക്കുന്നു. ഞാൻ ബലഹീനനായിരിക്കുന്നു. ഞാൻ ഭരണ ചുമതലയിൽ ഏറ്റിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഈ ചുമതലയിൽ നിന്ന് ഒഴിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഭാരം ചെറുപ്പക്കാരെ ഏൽപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. ഇവിടെ സന്നിഹിതരായിട്ടുള്ള രാജാക്കന്മാരുടെയും പൗരമുഖ്യന്മാരുടെയും മറ്റെല്ലാവരുടെയും അനുമതിയോടെ എൻ്റെ അടുത്ത രാജാവകാശിയായി രാമനെ നിയമിക്കുവാനും അങ്ങനെ ക്ലേശത്തിൽ നിന്ന് മുക്തി നേടുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. രാമൻ എൻ്റെ ജ്യേഷ്ഠപുത്രനാണ്. അയാൾ വീര്യത്തിൽ ഇന്ദ്രനെ പോലെയാണ്. ആർക്കും അയാളെ ജയിക്കുവാൻ കഴിയില്ല. ഒരു ഭരണാധിപന് വേണ്ടിയുള്ള ഗുണങ്ങളെല്ലാം എന്നേക്കാൾ കൂടുതൽ അയാൾക്കുണ്ട്. അവനെ യുവരാജാവാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രാജാവിൻ്റെ മഹത്തായ ചുമതലകളിൽ അയാളെ നിക്ഷേപിക്കുവാൻ ഞാൻ ഉത്സുകനാണ്. വളരെ ആലോചിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ തീരുമാനത്തിൽ എത്തിയിട്ടുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും ഇത് സമ്മതമാണെങ്കിൽ നമുക്ക് മേൽപ്പടി സ്വീകരിക്കാം. നിങ്ങളത് സമ്മതിക്കുന്നില്ല എങ്കിൽ മറ്റൊരു മാർഗം നിർദ്ദേശിക്കുവാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. രാമനെ തന്നെ യുവരാജാവാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളുടെ അംഗീകാരമോ അഭിനന്ദനമോ അതിനുണ്ടോ എന്നറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
രാജാവ് സംസാരം നിർത്തിയപ്പോൾ ജനങ്ങളിൽ നിന്ന് ഒരു അട്ടഹാസം തന്നെ ഉണ്ടായി. അവരുടെ ആഹ്ലാദ ശബ്ദം കൊട്ടാരത്തിലാകെ പ്രതിധ്വനിച്ചു. ആ തീരുമാനം പുനഃപരിശോധിക്കുവാൻ ഒരു സംഗതിയും ഇല്ലായിരുന്നു. അവർ ഇങ്ങനെ പറഞ്ഞു: അല്ലയോ മഹാരാജാവേ, വേണ്ടത്ര കാലം അങ്ങ് രാജ്യം ഭരിച്ചു എന്നത് ശരിയാണ്. പ്രായോഗികമായാൽ അങ്ങ് ക്ഷീണിതനായിരിക്കുന്നു എന്നതും ശരി തന്നെ. രാമനെ കിരീടധാരണം ചെയ്യുവാനുള്ള അങ്ങയുടെ നിർദ്ദേശം ഞങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുന്നു. അഭിഷേക ജലത്താൽ കുളിച്ച് വെൺകറ്റകളെ ചാർത്തി ആനപ്പുറത്ത് സവാരി ചെയ്യുന്ന രാമനെ കാണുവാൻ ഞങ്ങൾക്ക് കുതൂഹലമുണ്ട്. ജനക്കൂട്ടത്തിന്റെ ഉത്സാഹം അതിർപ്പ് രാജാവിനെ സന്തുഷ്ടനാക്കി. ഇത്ര വേഗം അവർ സമ്മതിക്കുവാൻ കാരണം എന്താണെന്നറിയാത്ത മട്ടിൽ അദ്ദേഹം പറഞ്ഞു: വളരെ കാലമായി ഞാൻ ഈ രാജ്യം ഭരിക്കുന്നു. ഞാൻ എന്നും ധർമ്മത്തിനനുസരിച്ച് പ്രവർത്തിച്ചിട്ടുള്ളൂ. സദാചാരം വിട്ട് ഒരിക്കലും നടന്നിട്ടില്ല. ഇത്ര കാലം നിങ്ങൾ സുഖികളായിരുന്നില്ലേ? രാമൻ രാജാവാകണമെന്നുള്ള നിങ്ങളുടെ അഭിരഞ്ജന കാണുമ്പോൾ അതുതന്നെ ഇരുത്തി ചിന്തിപ്പിക്കുന്നു. അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുവാനും തോന്നുന്നു. എൻ്റെ കടമ ഞാൻ നിർവഹിച്ചിട്ടില്ലേ? രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ഇത്ര വികാരവിശരാകുവാൻ കാരണമെന്താണ്? കാരണം അങ്ങയുടെ പുത്രൻ തന്നെ, ജനങ്ങൾ പറഞ്ഞു. അദ്ദേഹം തൻ്റെ സൽഗുണങ്ങൾ കൊണ്ട് ഞങ്ങളെ വശത്താക്കിയിരിക്കുന്നു. അദ്ദേഹം ഞങ്ങൾക്ക് പ്രിയനാവാനുള്ള കാരണം പറയാം. അദ്ദേഹം സത്യവാനാണ്. സത്യമാണ് അദ്ദേഹത്തിൻ്റെ മതം. അദ്ദേഹത്തിൻ്റെ ബലവുമാണ് ആ സത്യം. ഇശ്വാകുവിൻ്റെ പിൻഗാമികളിൽ ഉത്തമനാണ് അദ്ദേഹം. മഹത്തായ എല്ലാത്തത്തിൻ്റെയും മൂർത്തിയോദ്ഭാവവുമാണ് അദ്ദേഹം. സത്യമാർഗത്തിൽ നിന്നോ ധർമ്മമാർഗത്തിൽ നിന്നോ അദ്ദേഹം ഒരിക്കലും വ്യതിചരിക്കില്ല. സകലരെയും ആകർഷിക്കുന്നതിൽ അദ്ദേഹം ചന്ദ്രന് സമനാണ്. ക്ഷമയിലും മറ്റുള്ളവരുടെ കുറ്റം ക്ഷമിക്കുന്നതിലും ഭൂമിയെ പോലെയാണ് അദ്ദേഹം. ബുദ്ധിയിൽ ബൃഹസ്പതിയെ പോലെയും വീര്യത്തിൽ ഇന്ദ്രനെ പോലെയുമാണ്. ധർമ്മിഷ്ഠനായ രാമൻ തന്നെ പറഞ്ഞ വാക്കൊരിക്കലും തെറ്റിക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ സ്വഭാവം കുറ്റമറ്റതാണ്. അന്യൻ്റെ മഹത്വം കാണുന്നതിൽ അദ്ദേഹം സന്തുഷ്ടവാനാണ്. അന്യൻ്റെ കുറ്റം പൊറുക്കുവാൻ സദാ സന്നദ്ധനാണ്. മനസാ വാച കർമ്മണ ആരോടും കോപിക്കാത്തവനാണ് അദ്ദേഹം. ചതി എന്തെന്ന് അദ്ദേഹം അറിഞ്ഞിട്ടുന്നില്ല. തനിക്ക് ഉപകാരം ചെയ്യുന്നവരോട് അദ്ദേഹം എപ്പോഴും കൃതജ്ഞതനായിരുന്നു. ആശ്രിതരെ അദ്ദേഹം ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. അദ്ദേഹം സുഖദുഃഖങ്ങളെ ഒരുപോലെ കണക്കാക്കി. അവയുടെ സ്വാധീനത്തിൽ അദ്ദേഹം ലേശം പോലും കുലുങ്ങിയിട്ടില്ല. അദ്ദേഹം എപ്പോഴും എല്ലാവരോടും പ്രിയവാക്കു മാത്രം ഉച്ചരിച്ചിരുന്നു. അദ്ദേഹം വൃദ്ധന്മാരെയും ജ്ഞാനികളെയും ആദരിക്കുന്നു. ഈ ലോകത്തിന് മാത്രമല്ല 3 ലോകത്തിനും അദ്ദേഹത്തിൻ്റെ കീർത്തി പരക്കുകയാണ്. അദ്ദേഹം വിദ്യാധനനാണ്. വേദോവാന്തങ്ങളിൽ നിപുണനാണ്. അദ്ദേഹം സംഗീതത്തിലും മറ്റു കലകളിലും വിദഗ്ധനാണ്. കളങ്കമറ്റ വശ്യപാരമ്പര്യമാണ് അദ്ദേഹത്തിനുള്ളത്. ഈ വംശത്തിലെ രാജാക്കന്മാരിൽ അദ്ദേഹം മണികടുവനാണ്. അദ്ദേഹം ധീരനാണ്. ഒന്നിനെയും ബലഹീനനാക്കുവാൻ കഴിയാത്ത വിധം ദൃഢചിത്തനാണ്. പരാജയം എന്തെന്നറിയാത്തവനാണ്. അന്യന്മാരുടെ ക്ഷേമത്തിൽ അതീവ താൽപര്യമാണ് അദ്ദേഹം. അദ്ദേഹം കുതിരപ്പുറത്തോ രഥത്തിലോ സഞ്ചരിക്കുമ്പോൾ തെരുവിൽ കാണുന്ന മനുഷ്യരുമായി സംസാരിക്കുന്നു. പിതാവ് പുത്രൻ്റെ എന്ന പോലെ അവരുടെയും അവരുടെ ബന്ധുക്കളുടെയും ക്ഷേമം അന്വേഷിക്കുന്നു. എല്ലാവരുടെയും നന്മയെപ്പറ്റി മാത്രം ചിന്തിക്കുന്നു. ഞങ്ങളുടെ സുഖദുഃഖങ്ങളിൽ അദ്ദേഹം പങ്കുകൊള്ളുന്നു. പ്രായമായവരെ ബഹുമാനിക്കുന്നു. സുസ്മേരവദനമായി എല്ലാവരും സംസാരിക്കുന്നു. കാഴ്ചയിൽ അദ്ദേഹത്തിനോട് സമാനനായി ആരും തന്നെയില്ല. തൻ്റെ സൗന്ദര്യം കൊണ്ട് അദ്ദേഹം എല്ലാവരെയും മയക്കുന്നു. നീണ്ട അർത്ഥചന്ദ്രാകൃതിയിലുള്ള പുരികക്കൊടികൾ കൊണ്ട് താഴെ നീണ്ടു തെളിയും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ശോഭിക്കുന്നു. മനുഷ്യരൂപമെടുത്ത് സാക്ഷാൽ നരനാരായണൻ തന്നെയാണ് അദ്ദേഹം എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. ഭരണതന്ത്രത്തിൽ അദ്ദേഹം അതുല്യനാണ്. ഈ രാജ്യത്തെ മാത്രമല്ല 3 ലോകങ്ങളെയും ഭരിക്കുവാൻ അദ്ദേഹത്തിന് കഴിയും. അദ്ദേഹം വൃഥാ കോപിയില്ല. അനർഹരെ അനുഗ്രഹിക്കുകയുമില്ല. രാമനെ നാഥനായി കിട്ടുവാൻ ഭൂമി കൊതിക്കുകയാണ്. ഞങ്ങൾ സദാസമയം രാമനെ പറ്റി ചിന്തിക്കുന്നു. ഒരാൾ കാലത്തെഴുന്നേൽക്കുമ്പോൾ അയാൾ പുരുഷനോ സ്ത്രീയോ ബാലനോ വൃദ്ധനോ അഥവാ വെറുമൊരു ശിശുവോ ആയാലും അയാളുടെ ആദ്യ ചിന്ത രാമനെ പറ്റിയാണ്. ഞങ്ങൾ മേൽപോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നത് അതിനാണ്. രാമൻ ദീർഘകാലം ജീവിക്കട്ടെ. അദ്ദേഹത്തിന് ഒരാപത്തും വരുത്തരുതേ. ശ്യാമവർണ്ണനായ രാമകുമാരൻ യുവരാജാവായി കിരീടധാരണം ചെയ്യപ്പെടുകയാൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കഴിയുന്നത്ര വേഗത്തിൽ കിരീടധാരണം നടത്തുവാൻ ദയവുണ്ടാകണം. 3 ലോകങ്ങളും ആഹ്ലാദിക്കട്ടെ. പ്രജകളുടെ വാക്കുകൾ ദശരഥനെ രോമാഞ്ചകഞ്ചൂതനാക്കി. അദ്ദേഹത്തിൻ്റെ നയനങ്ങളിൽ ആനന്ദാസകൾ ഉദിച്ചു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: എൻ്റെ ആഗ്രഹം തന്നെയാണ് നിങ്ങളുടെയും എന്നറിഞ്ഞ് ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു. കഴിയുന്നതും വേഗം നമുക്ക് കിരീടധാരണം നടത്താം. പിന്നീട് വസിഷ്ഠ വാമദേവന്മാരുടെ നേരെ തിരിഞ്ഞ് അദ്ദേഹം പറഞ്ഞു: ഈ ചൈത്രമാസം നല്ല സമയമാണ്. ജനങ്ങൾ പുഷ്പവൃഷ്ടിയും ദയവുമായി കിരീടധാരണത്തിനു വേണ്ട ഏർപ്പാടുകൾ ചെയ്യുവാൻ കനിവുണ്ടാകണേ. രാജാവിൻ്റെ വാക്കുകൾ ജനക്കൂട്ടത്തിൽ നിന്ന് ആഹ്ലാദ പ്രകടനങ്ങൾ ഉളവാക്കി. അതൊന്നൊതുങ്ങിയപ്പോൾ രാജാവ് വസിഷ്ഠനോട് വീണ്ടും പറഞ്ഞു: പ്രഭു, ദയവായി കിരീടധാരണത്തെ സംബന്ധിച്ച് മതപരമായ ചടങ്ങുകൾ ശ്രദ്ധിച്ച് വേണ്ടതുപോലെ ആക്കിയാലും. വസിഷ്ഠൻ രാജ്യഭർത്തന്മാരെ ഉടൻ തന്നെ വിളിച്ചു വരുത്തി. മംഗളകർമ്മത്തിന് വേണ്ടതായ സാധന സാമഗ്രികൾ തയ്യാറാക്കുവാൻ അവരോട് പറഞ്ഞു. നഗരവിധാനങ്ങൾ കഴിയുന്നതിനും വേഗം ആരംഭിക്കുവാനും അദ്ദേഹം ആജ്ഞാപിച്ചു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: കൊട്ടാരവാതിലുകളിൽ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെടട്ടെ. സർവത്ര സുഗന്ധം കത്തിക്കട്ടെ. പുഷ്പങ്ങൾ എല്ലായിടത്തും വിതറട്ടെ.
കൊട്ടാരത്തിലെ വിശാലമായ നാടകശാലയിൽ പാട്ടുകളും ആട്ടങ്ങളും സമ്മേളിക്കട്ടെ. ബലപുഷ്പാദികൾ ധാരാളം സംഭരിക്കപ്പെട്ടിട്ട് രാജാവ് സുമന്തനെ വിളിച്ചു പറഞ്ഞു, വേഗം പോയി രാമനെ കൂട്ടിക്കൊണ്ടുവരും. ദശരഥൻ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ കയറി ചെന്ന് രാമന്റെ വരവ് കാത്തുനിന്നു. തൻ്റെ രഥത്തിൽ സുമന്തൻ രാമനെയും കൂട്ടി വരുന്നത് അദ്ദേഹം നോക്കിക്കൊണ്ടിരുന്നു. അജിരണ രഥം ദൃഷ്ടിയിലേക്ക് ഗോചരമായി. ദശരഥൻ രാമനെ കണ്ടു. സൗന്ദര്യത്തിൽ രാമൻ ഒരു ഗന്ധർവനെ പോലെയായിരുന്നു. നീണ്ടു സുന്ദരമായ കൈകളോടുകൂടിയ രാമൻ എത്രയും ബലവാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ നടപ്പ് ഒരു ഗജത്തെ പോലെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്തിന് ചന്ദ്രൻ്റെ കാന്തി ഉണ്ടായിരുന്നു. അദ്ദേഹം അതിസുഭകനായിരുന്നു. ജനങ്ങൾ അദ്ദേഹത്തെ കണ്ട് ഏറ്റവും സന്തോഷിച്ചു. പുത്രനെ കണ്ട് തൃപ്തി വരാത്ത മട്ടിൽ ദശരഥൻ വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടിരുന്നു. ദശരഥന് രാമൻ തൻ്റെ ജീവൻ തന്നെയായിരുന്നു. രഥത്തിൽ നിറങ്ങുവാൻ സുമന്ത്രൻ രാമനെ സഹായിച്ചു. രാമൻ തൊഴുതുകൊണ്ട് പിതാവിൻ്റെ സമീപത്തെത്തി. കൈലാസ ശിഖരം പോലെ കമനീയമായ മട്ടുവാവിലേക്ക് അദ്ദേഹം കയറി ചെന്നു. രാമൻ പിതാവിനെ നമസ്കരിച്ചു. ആദരവോടെ മുമ്പിൽ നിൽക്കുന്ന പുത്രനെ രാജാവ് ആലിംഗനം ചെയ്തു. രത്നചിത്തമായ സിംഹാസനത്തിൽ ഇരുത്തിയ ശേഷം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, രാമ, എൻ്റെ പ്രിയപുത്ര, രാജ്ഞി കൗസല്യയിൽ ജനിച്ച എൻ്റെ മൂത്തപുത്രനാണ് നീ. നീ എന്നേക്കും പ്രിയപ്പെട്ടവനാണ്. എൻ്റെ പ്രജകൾ നീ ഭരണകർത്താവായി കാണുവാൻ ആഗ്രഹിക്കുന്നു. ചന്ദ്രനും പുഷ്യനക്ഷത്രവും അടുത്തു വന്നിരുന്ന ദിവസം ഞാൻ നിന്നെ യുവരാജാവായി കിരീടധാരണം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. രാജ്യം ഭരിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അതിനു പറ്റിയ നിലയിലാണ് നീ വളർന്നു വന്നിട്ടുള്ളത്. അത് ഏറ്റെടുക്കുവാൻ ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു. ചുറ്റും നിന്നവർ കൗസല്യയുടെ അന്തഃപുരത്തിൽ ചെന്ന് രാജാവിൻ്റെ തീരുമാനം അവളെ അറിയിച്ചു. ആ സന്തോഷ വർത്തമാനം കേട്ട കൗസല്യ സ്വർണവും ആഭരണങ്ങളും വിലപ്പെട്ട 10 വസ്ത്രങ്ങളും ആസൂദർക്ക് നൽകി. അച്ഛൻ്റെ കൽപ്പന കേട്ട് രാമൻ ഒന്നും മിണ്ടാതെ നിശ്ചലനായി നിന്നു. ഒരിക്കൽ കൂടി അദ്ദേഹം അച്ഛനെ നമസ്കരിച്ച് രഥത്തിൽ കയറി യാത്രയാവുകയും ചെയ്തു. ആൾക്കൂട്ടം സാവധാനം പിരിഞ്ഞു. അവിടെ നടക്കുവാൻ പോകുന്ന ആഹ്ലാദകരമായ സംഭവത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് അവർ സഹൃദയങ്ങളിലേക്ക് മടങ്ങിയത്. ജനക്കൂട്ടം പിരിഞ്ഞുപോയി. പള്ളിയറയിൽ ഏകാഗിയായിരിക്കെ രാജാവ് ഇങ്ങനെ വിചാരിച്ചു, നാളെ പുഷ്യനക്ഷത്രമായി നാളെ തന്നെ കിരീടധാരണം നടത്തിയാലെന്താ? ദശരഥൻ കൊട്ടാരത്തിൽ പ്രവേശിച്ചു. അദ്ദേഹം സുമന്ത്രനെ ആളയിച്ചു വരുത്തി. രാമനെ ഒരിക്കൽ കൂടി തൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടു. സുമന്ത്രൻ രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി. താൻ വന്നതായി രാമനെ അറിയിക്കുവാൻ അദ്ദേഹം കാവൽക്കാരോട് ആവശ്യപ്പെട്ടു. തന്നെ വീണ്ടും കാണുവാനുള്ള രാജാവിൻ്റെ ആഗ്രഹത്തെപ്പറ്റി കേട്ടപ്പോൾ രാമൻ അത്ഭുതപ്പെട്ടു. സുമന്ത്രനെ കൊട്ടാരത്തിനുള്ളിലേക്ക് വിളിച്ചുകൊണ്ടുപോയി അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ വലിയ ധൃതിയിലാണല്ലോ. ഞാനിപ്പോൾ രാജാവിൻ്റെ അടുത്ത് ചെന്ന് പോകുന്നതല്ലേ ഉള്ളൂ. ഇനിയും അങ്ങോട്ട് ചെല്ലണമെന്ന് പറയുന്നത് എന്തിനാണെന്ന് അങ്ങേക്ക് അറിയാമോ? സുമന്ത്രൻ പറഞ്ഞു, എനിക്കൊന്നും അറിയുകയില്ല. രാജാവ് പള്ളിയറയിലേക്ക് പോയി. എനിക്ക് ആളയച്ചു. ഉടനെ അങ്ങയെ കൂട്ടിക്കൊണ്ട് ചെല്ലുവാൻ പറയുകയും ചെയ്തു. അത്രയേ എനിക്കറിയൂ. എന്തിനാണെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞില്ല. രാമൻ അതിവേഗം രഥത്തിൽ കയറി രാജസന്നിധിയിലേക്ക് ചെന്നു. രാജാവ് രാമനെ മാറോട് ചേർത്ത് വീണ്ടും വീണ്ടും ഉണർന്നു. അദ്ദേഹം പറഞ്ഞു, രാമ, നിന്നോട് കുറച്ചു നേരം വർത്തമാനം പറയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിനക്ക് ആളയച്ചത്. എനിക്ക് പ്രായം കൂടി വരികയാണ്. ജീവിതത്തിലെ എല്ലാ സുഖാനുഭവങ്ങളും ഞാൻ ആസ്വദിച്ചു കഴിഞ്ഞു. ഞാൻ നിരവധി യാഗങ്ങൾ ചെയ്തു. എൻ്റെ ഭാഗ്യാദി രോഗത്തിലും സൽക്കർമ്മങ്ങൾക്കും ഫലമായി നീ എൻ്റെ പുത്രനായി ജനിച്ചു. എൻ്റെ ചുമതലകളും കൃത്യങ്ങളും ഞാൻ നന്നായി ചെയ്തിട്ടുണ്ട്. നിന്റെ കിരീടധാരണ കൃത്യം മാത്രമേ ഇനി നടത്തേണ്ടതുള്ളൂ. അതെത്രയും വേഗം നടത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കുഞ്ഞെ, ഞാൻ അടിക്കടി ദുഃഖസ്വപ്നങ്ങൾ കാണുന്നു. അത് തന്നെ ദുഃഖിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിനോടകം പോലുള്ള ഒരു ശബ്ദത്തോടു കൂടി ഒരു വലിയ കൊള്ളമീൻ ഭൂമിയിൽ വീണതായി ഞാൻ സ്വപ്നം കണ്ടു. ഒരത്യാപത്തെ വരാൻ പോകുന്നു എന്നാണ് അതിനർത്ഥം. അതിനു പുറമെ എൻ്റെ ജാതകം പരിശോധിച്ച ജ്യോത്സ്യന്മാർ എൻ്റെ നക്ഷത്രം സൂര്യനും അംഗാകാരനും രാഹുവും ചേർന്ന അപഹാരത്തിലാണെന്ന് എന്നോട് പറയുന്നു. ഈ ദുശകനങ്ങൾ സൂചിപ്പിക്കുന്നത് രാജാവിൻ്റെ മരണമോ രാജാവിന് മറ്റെന്തെങ്കിലും അത്യാപത്തോ ആണ്. എനിക്ക് സുബോധം തന്നെ നഷ്ടപ്പെട്ടു പോയേക്കുമോ എന്ന് പറയുന്നു. ജീവൻ എൻ്റെ ദുർബല ശരീരത്തെ വിട്ടു മുമ്പായി നീ രാജ്യം ഭരിച്ചു മുതലേ ഏറ്റെടുത്ത് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യ മനസ്സ് ചഞ്ചലമാണ്. ഇന്ന് ചന്ദ്രൻ പുനർവസവുമായി ഒത്തുചേരുകയാണ്. നാളെ പുഷ്യത്തോടും കൂടിയും നിന്റെ കിരീടധാരണം കഴിയുന്നതുവരെ മറ്റൊന്നിനെപ്പറ്റിയും എനിക്ക് ചിന്തിക്കുവാൻ കൂടിയാവില്ല. ചന്ദ്രൻ പുഷ്യത്തോട് ചേരുന്ന ദിവസവുമായി നാളെ എനിക്ക് നീ തന്നെ കിരീടം ധരിപ്പിക്കണം. ആവശ്യമായ വ്രതാനുഷ്ഠങ്ങൾ വസിഷ്ഠൻ നിനക്ക് ഉപദേശിക്കും. ഇന്ന് രാത്രി നീ പത്നി സമേതം ഉപവസിക്കണം. ദർഭയിൽ ശയിക്കുകയും വേണം. ഇതുപോലുള്ള മഹൽ സംഭവങ്ങളുടെ തടസ്സങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. അതിനാൽ ശുഭകാംക്ഷികൾ എപ്പോഴും നിന്റെ ചുറ്റുമുണ്ടായിരിക്കണം. ഭരതനെ ഇവിടെ നിന്ന് ദൂരേക്ക് അയച്ചിരിക്കുകയാണ്. എൻ്റെ കിരീടധാരണത്തിന് ഉത്തമമായ സമയം ഇതാണ്. എനിക്ക് ഭരതൻ്റെ സ്വഭാവം നന്നായി അറിയാം. മൂത്ത ജ്യേഷ്ഠൻ എന്ന നിലയ്ക്ക് അയാൾക്ക് നിന്നോട് വലിയ ഭക്തിയുമാണ്. അയാൾ ധർമ്മിഷ്ഠനാണ്. പരഹൃദയം അറിയുന്നവനും ദീനാനുകമ്പിയുമാണ്. അയാൾ ഇന്ദ്രന് നിയന്ത്രണം കിട്ടിയവനാണ്. അങ്ങനെയൊക്കെയാണെങ്കിലും ഇത്ര കാലത്തെ പരിചയവും പഴക്കവും വച്ചു ചേർക്കുമ്പോൾ ഒരു സത്യം എനിക്ക് മറച്ചു വെക്കുവാനാവില്ല. ധർമ്മമാർഗം അനുസരിച്ചിരിക്കുന്നവരും സദാചാരണ പുണ്യമായ മനുഷ്യരിൽ പോലും പരോൽപർഷം കണ്ടു സഹിച്ചേരിക്കാൻ കഴിയാത്തത് ചുരുക്കമാണ്.
മനുഷ്യ മനസ്സ് വളരെ ചഞ്ചലമാണ്. അതിനാൽ കിരീടധാരണം നാളെ തന്നെ നടത്തുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. മറുപടിയായി രാമൻ ഒരു വാക്കും ഉച്ചരിച്ചില്ല. പിതാവിൻ്റെ പാദപംസുകൾ എടുത്ത് ശിരസിൽ വരിച്ച് അവിടെ നിന്നും മടങ്ങുകയും ചെയ്തു. രാമൻ തൻ്റെ മാതാവായ കൗസല്യയുടെ അന്തഃപുരത്തിലേക്ക് പോയി. കുടുംബാരൂപതകളെ വെച്ച് പൂജിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൗസല്യ. വെള്ളപ്പട്ടു ധരിച്ചിരുന്ന അവൾ മഹാലക്ഷ്മിയെ സ്തുതിച്ചുകൊണ്ടിരുന്ന ഗീതകൾ ചൊല്ലുകയായിരുന്നു. കണ്ണുകൾ അടച്ചിരുന്നതിനാൽ രാമൻ വന്നത് അവൾ കണ്ടില്ല. സുമിത്രയും ലക്ഷ്മണനും അവിടെ വന്നു ചേർന്നു. അവരും പ്രാർത്ഥന കഴിയുവാൻ കാത്തുനിന്നു. സീത മുമ്പേ തന്നെ അവിടെ എത്തിയിരുന്നു. കൗസല്യ കണ്ണു തുറന്നപ്പോൾ അവരെ എല്ലാവരെയും കണ്ടു. രാമൻ അടുത്ത് ചെന്ന് അമ്മയെ നമസ്കരിച്ചു. അദ്ദേഹം അമ്മയോട് പറഞ്ഞു, പ്രജാപരിപാലനത്തിനായി പിതാവ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. നാളെ എനിക്ക് കിരീടധാരണമെന്നും ഇന്ന് രാത്രി ഞാൻ സീതയോടൊപ്പം ഉപവസിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുന്നു. എന്നെയും സീതയെയും അമ്മ അനുഗ്രഹിക്കാം. ഞങ്ങൾ അതിനാൽ വന്നിരിക്കുകയാണ്. കൗസല്യ കുറേ വർഷമായി ഈ സുദിനം കാത്തിരിക്കുകയായിരുന്നു. അവൾ മൃദുസ്വരത്തിൽ രാമനോട് പറഞ്ഞു, രാമ, എൻ്റെ കുട്ട, നീ ദീർഘായുസമായിരിക്കട്ടെ. നിന്റെ കിരീടധാരണത്തിന് തടസ്സം നിൽക്കുന്നവർ നശിക്കട്ടെ. നീ ഞങ്ങളെ സന്തോഷിപ്പിക്കുമാറാകട്ടെ. നീ ഒരു ശുഭനക്ഷത്രത്തിലാണ് ജനിച്ചത്. നിന്നോടും നിന്റെ ഉത്കൃഷ്ട സ്വഭാവങ്ങളോടും നിന്റെ പിതാവാണ് ഏറെ പ്രിയമായത്. തീർച്ചയായും ഞാൻ ഭാഗ്യവതിയാണ്. ശ്രീനാരായണനോടുള്ള എൻ്റെ പ്രാർത്ഥന വ്യർത്ഥമായിട്ടില്ല. അമ്മയുടെ വാക്കുകൾ കേട്ട് രാമൻ വിനയാത്വനായി മന്ദഹസിച്ചു. പിന്നീട് ലക്ഷ്മണനെ നോക്കി ഇങ്ങനെ പറഞ്ഞു, ലക്ഷ്മണ, അച്ഛൻ എന്നിൽ അർപ്പിക്കുവാൻ പോകുന്ന ഈ രാജ്യം യഥാർത്ഥത്തിൽ നിനക്കുള്ളതാണ്. കാരണം നീ എനിക്ക് ജീവനാണ്. എന്നോടൊത്ത് ഈ ലോകം ഭരിക്കും. നിനക്ക് വേണ്ടി ഞാൻ രാജാവാകാം. രാജപദവിയുടെ സുഖം നീ അനുഭവിക്കുക. അദ്ദേഹം അമ്മയെ നമസ്കരിച്ച ശേഷം സീതയോടുകൂടി തൻ്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങി. രാമൻ പോയ ശേഷം ദശരഥൻ വസിഷ്ഠന് ആളെ അയച്ചു. രാവിലെ നടത്തേണ്ട കിരീടധാരണത്തെപ്പറ്റി അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, രാമൻ പത്നിയോടും കൂടി ഉപവസിക്കേണ്ട കാര്യം ശ്രദ്ധിക്കുമെന്ന് ഉറപ്പാണ്. ഭൂതവിഷ്യധ്വർത്തമാനങ്ങൾ അറിയുന്ന വസിഷ്ഠൻ ഒന്നും പറഞ്ഞില്ല. രഥത്തിൽ കയറി അദ്ദേഹം രാമൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി. രാമൻ എഴുന്നേറ്റ് ഗുരുവിനെ സ്വാഗതം ചെയ്തു. വസിഷ്ഠൻ തൻ്റെ ശിഷ്യരോട് വലിയ വാത്സല്യമായിരുന്നു. എപ്പോഴും വിനീതനും സൗമ്യമായിരുന്ന രാമൻ എത്രയോ മുമ്പ് തന്നെ ആ വയോധികൻ്റെ ഹൃദയം കവർന്നിരുന്നു. വിലപ്പെട്ട പട്ടുകൊണ്ട് മൂടിയ ആസനങ്ങളിൽ അവർ ഉപവിഷ്ടരായി. വസിഷ്ഠൻ പറഞ്ഞു, നഹുഷൻ യയാതിക്ക് കിരീടധാരണം നടത്തിയതുപോലെ അങ്ങയുടെ പിതാവ് അങ്ങയ്ക്ക് കിരീടധാരണം ചെയ്യുവാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നു. ആ മഹാസംഭവത്തിൻ്റെ പ്രാരംഭ ചടങ്ങുകളായി നാളെ നടക്കുവാൻ പോകുന്ന പ്രധാന അഷ്ടങ്ങളെപ്പറ്റി അങ്ങ് പരിപാലിക്കണം. അദ്ദേഹം രാമനും സീതയ്ക്കും ദീക്ഷ ആരംഭിപ്പിച്ചു. രാമൻ അദ്ദേഹത്തെ ആദരിച്ചു. രാമനെ അനുഗ്രഹിച്ച ശേഷം കുലഗുരു അവിടെ നിന്ന് പോവുകയും ചെയ്തു. പിറ്റേന്നാൾ നടക്കാൻ പോകുന്ന കിരീടധാരണത്തെപ്പറ്റി കേട്ട് അസംഖ്യം ജനങ്ങൾ രാമനെ കാണുവാനെത്തി. കുറച്ചുനേരം അവരുമായി സംസാരിച്ച ശേഷം രാമൻ അന്തഃപുരത്തിലേക്ക് പോയി. വസിഷ്ഠൻ രാമനെ കൊട്ടാരത്തിൽ നിന്ന് തെരുവിലേക്ക് ഇറക്കിയപ്പോൾ അവിടമാകെ സ്ത്രീ പുരുഷ ജനങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ചിലർ ആടുന്നു, ചിലർ പാടുന്നു. എല്ലാവരും ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു. നഗരം അലങ്കരിച്ചു കഴിഞ്ഞിരുന്നു. പാതകളിൽ പുഷ്പങ്ങൾ വിതറിയിരുന്നു. വീടുകളുടെ തൂണുകളും മുട്ടുപാവുകളും പുഷ്പങ്ങളാൽ തോരണങ്ങളാലും അലങ്കരിക്കപ്പെട്ടിരുന്നു. കൊടിക്കൂറുകൾ എല്ലായിടത്തും പാറിക്കളിച്ചു. തങ്ങളുടെ പ്രിയപ്പെട്ട രാമൻ യുവരാജാവാകുന്ന ആ പ്രഭാതം പൊട്ടിവിരയുവാൻ നഗരം മുഴുവൻ കാത്തിരുന്നു. വസിഷ്ഠൻ ചൊല്ലിക്കൊടുത്ത മന്ത്രങ്ങളാൽ പരിഭൂതനായ രാമൻ സീതാസമേതനായി ശ്രീനാരായണന് പൂജ നടത്തി. അതിനുശേഷം നിലത്ത് ദർഭ വിരിച്ച് അതിൽ കിടക്കുകയും ചെയ്തു. അതിരാവിലെ വിതാമതഗദൂത സൂതന്മാരാൽ രാമൻ ഉണർത്തപ്പെട്ടു. പിന്നീട് അദ്ദേഹം പ്രദാസന്ധ്യാവാന്ധ്യതികൾക്കും ഗായത്രി ഭജവും നടത്തി. കൊട്ടാരത്തിലുള്ള ബ്രാഹ്മണരെ പൂജിക്കുകയും ചെയ്തു. പ്രഭാതത്തിന് മുന്നോടിയായി കിഴക്കുദിക്കുന്ന പ്രകാശമായി തുടങ്ങിയപ്പോൾ നഗരത്തിനൊരു ഉത്സവ പ്രതീതി വന്നു ചേർന്നു. സംഗീതം എവിടെയും കേൾക്കപ്പെട്ടു. വീഥികളിൽ ആട്ടവും പാട്ടവും തുടങ്ങി. ജനങ്ങൾ സന്തോഷം കൊണ്ട് മതിമറന്ന് സംസാരിക്കുന്നതിൻ്റെ കോലാഹലം എങ്ങും മുഴങ്ങി. അയോധ്യയിലെവിടെയും ആഹ്ലാദമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. രാമനെ കിരീടധാരണം ചെയ്യിക്കുവാൻ നിശ്ചയിച്ചുകൊണ്ടുള്ള വിളംബരം പ്രഖ്യാപിച്ച ദിവസം തന്നെ നഗരം സന്തോഷത്തിൻ്റെയും സുഖത്തിൻ്റെയും പരിവേഷണമായിരുന്നു. അന്ന് വൈകുന്നേരം കൈകേയിയുടെ ദാസിയായ മന്ദര കൊട്ടാരത്തിൻ്റെ മട്ടുവാവിൽ കയറിപ്പോരുവാനിടയായി. അതൊരു യാദൃശ്ചിക സംഭവമായിരുന്നു. കാരണം കൂനിയായ മന്ദര സാധാരണ അങ്ങനെ ചെയ്യുക പതിവുള്ളതല്ല. വിധിയായിരിക്കാം അവളെ അന്ന് അതിന് പ്രേരിപ്പിച്ചത്. മട്ടുപാവിൻ്റെ മതിലിനോട് ചേർന്ന് അവൾ താഴേക്ക് നോക്കി. പതിവില്ലാതെ എന്തോ ഉണ്ടെന്ന് അവൾക്ക് തോന്നി. വീടുകൾ മുഴുവൻ പുഷ്പങ്ങൾ കൊണ്ട് മൂടിയിരുന്നു. അവയിൽ തളിച്ച ജലത്തിൻ്റെ സുഗന്ധം അവളുടെ നാസഗ്രഹത്തിലെത്തി. കൊടിക്കൂറുകൾ എങ്ങും പറന്നിരുന്നു. ജനങ്ങൾ വികാരഭരിതരായി കാണപ്പെട്ടു. അവരുടെ മുഖങ്ങൾ ഏറ്റവും പ്രസാദാത്മകരമായിരുന്നു. അവർ പാട്ടുപാടുന്ന അവർ കേട്ടു. എന്താണ് സംഭവമെന്നോർത്ത് അവൾ അമ്പരന്നു. അവൾ ഇങ്ങനെ സംശയിച്ചുകൊണ്ട് നിൽക്കി ഒരു ദാസി ആ വഴി പോകുന്നത് അവൾ കണ്ടു. ഈ ദാസി വെള്ളപ്പട്ടുടുത്തിരുന്നു. അവളുടെ കണ്ണുകൾ സന്തോഷത്താൽ തിളങ്ങിയിരുന്നു. അവളുടെ കുശലപ്രശ്നം ചെയ്ത ശേഷം മന്ദര ഇങ്ങനെ ചോദിച്ചു,
രാമന്റെ അമ്മ ചുറ്റുമുള്ള സകലർക്കും ദാനധർമ്മങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ. മുമ്പിങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. പൗരന്മാർ ഉത്സാഹഭരിതരായി കാണുന്നുണ്ടല്ലോ. ഇതിൻ്റെ എല്ലാം അന്തരോദ്ദേശം എന്താണ്? ദാസി സസന്തോഷം പറയുവാൻ തുടങ്ങി. നിങ്ങൾ എന്താണ് ഇതറിയാതിരിക്കുന്നത്? അത്ഭുതം തന്നെ. നാളെ അതിരാവിലെ രാജകുമാരനായ രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യുവാൻ ചക്രവർത്തി തീരുമാനിച്ചതുകൊണ്ട് അനുഗ്രഹിച്ചിരിക്കുകയാണ്. എല്ലാവരും അത്യാഹ്ലാദഭരിതരായിരിക്കുകയാണ്. അതുകൊണ്ടാണ് നഗരമാകെ ഇത്ര ഉത്ഭവഭരിതമായത്. മനംതരയ്ക്ക് ദാസി പറയുന്നത് കേട്ട് നിൽക്കുവാനുള്ള ക്ഷമയുണ്ടായില്ല. നിയന്ത്രിക്കാനാവാത്ത കോപം അവൾക്കുണ്ടായി. ദാസിയാവട്ടെ അവളുടെ ഭാവം കണ്ട് അത്ഭുതപ്പെട്ടു പോയി. മനംതര ഒന്നും മിണ്ടാതെ താഴേക്ക് ഇറങ്ങിപ്പോവുകയും ചെയ്തു. അവൾ വാണം വിട്ട പോലെ ഇളയറാണിയായ കൈകേയിയുടെ പള്ളിയിൽ അറിയിച്ചു. അതിസുന്ദരയായ ഭരത മഹാരാജാവ് പള്ളി മഞ്ചത്തിൽ പകുതി ഉറക്കമായ മട്ടിൽ കിടക്കുകയായിരുന്നു. മനംതര ഓടിച്ചെന്ന് അവളോട് പറഞ്ഞു, അല്ലയോ മൂഢേ, കിടക്കുവാനുള്ള സമയമല്ലിത്. നിനക്ക് അത്യാവശ്യം 10 പണിയുവാൻ പോകുന്നു. ദുഃഖമാവുന്ന സമുദ്രത്തിൽ നീ ആഴ്ത്തപ്പെടും. അതൊന്നും അറിയാതെ നീ മഞ്ചത്തിൽ ചാരി കിടക്കുകയാണ്. ഇവിടെ നടക്കുന്നതൊന്നും നീ അറിയുന്നില്ലേ? രാജാവ് തന്നിൽ കാമാന്തനാണെന്ന് ഉറപ്പിൽ നീ അന്ധയാക്കപ്പെട്ടിരിക്കുന്നു. മറ്റാരെ സ്നേഹിക്കുന്നതിൽ കൂടുതൽ അദ്ദേഹം നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് നീ കരുതിയിരിക്കുന്നത്. രാജാവിൻ്റെ സ്നേഹം വേനൽക്കാലത്തെ നീരൊഴുക്കും പോലെ വേഗം വെറ്റിപ്പോകുന്നതെന്ന് നിനക്കിപ്പോൾ കാണാറായില്ലേ? കൈകേയി മനംതരയുടെ വാക്കുകൾ ശ്രദ്ധിച്ചതേയില്ല. വിവാഹം കഴിഞ്ഞ് അയോധ്യയിലേക്ക് പോരുമ്പോൾ തന്നോടൊന്നിച്ചു പോകുന്ന ആ കൂനിയെ അവൾക്ക് നല്ല പരിചയമായിരുന്നു. ശൈശവം മുതൽ അവൾ തൻ്റെ കൂടെയായിരുന്നു. കൈകേയെ വളർത്തിക്കൊണ്ടുവന്നവൾ എന്ന നിലയിൽ അവൾക്കിടയിലെ ചില അധികാരവശങ്ങൾ അനുവദിക്കുകയും ചെയ്തിരുന്നു. അല്പം കഴിഞ്ഞ് രാജ്ഞി അവളുടെ നേരെ തിരിഞ്ഞു പറഞ്ഞു, മനംതരെ, നിനക്ക് സുഖം തന്നെയല്ലേ? മുഖം കാണുമ്പോൾ ഒരു സുഖമില്ലായ്മ പോലെ തോന്നുന്നുണ്ടല്ലോ. എന്തിനെപ്പറ്റിയോ നീ ദുഃഖിക്കുകയാണ്. എന്താണ് നിനക്ക് വിഷമം? കോപത്താൽ അന്ധയായി മനംതര അവിടെ നിന്നു. അത് അടക്കിക്കൊണ്ട് അവൾ പറയുവാൻ തുടങ്ങി, ദേവി, ഈ നിമിഷത്തിലും നിന്റെ നാശമാണ് രാജാവിൻ്റെ ഉന്നം. നാളെ രാവിലെ രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യുവാൻ രാജാവ് തീരുമാനിച്ചിരിക്കുന്നു. എനിക്കാണെങ്കിൽ നിന്നെപ്പറ്റിയും നിന്റെ ക്ഷേമത്തെപ്പറ്റിയും മാത്രമേ വിചാരമുള്ളൂ. ദുഃഖം കൊണ്ടും കോപം കൊണ്ടും എൻ്റെ അകം വേവുകയാണ്. നീ നശിച്ചത് തന്നെ. നിന്നെ രക്ഷിക്കുവാൻ ഒഴുങ്ങി വഴി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. നിന്നെ ഞാൻ എത്ര സ്നേഹിക്കുന്നുവെന്ന് നിനക്കറിയാമോ? നിന്റെ സുഖമാണ് എൻ്റെ സുഖം. നിനക്ക് ആപത്ത് പിണയുമ്പോൾ ഞാൻ കുടുങ്ങുന്നു. ഒരു രാജാവിൻ്റെ പുത്രിയായി നീ ജനിച്ചു. നീ ഇപ്പോൾ ഒരു ചക്രവർത്തിയുടെ രാജ്ഞിയാണ്. ആ നിനയ്ക്ക് കൊട്ടാര രഹസ്യങ്ങൾ നീ അറിയാത്തത് അത്ഭുതം തന്നെ. നിന്റെ പ്രാണനാഥനായ രാജാവ് വാക്കുകൊണ്ട് ധർമ്മം പ്രസംഗിക്കുന്നു. എന്നാൽ അദ്ദേഹം നിന്നെ ചതിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സംസാരം തേനൊഴുകും പോലെയാണ്. ഹൃദയമാകുന്ന വജ്രകഠിനവും നീ പരിശുദ്ധയുമാണ്. എല്ലാം വിശ്വസിക്കുന്നവളാണ്. നിഷ്കളങ്കയാണ്. രാജാവിൻ്റെ ഉള്ളിൽ നിനക്ക് കാണുവാൻ കഴിയുന്നില്ലേ? അദ്ദേഹത്തിൻ്റെ മധുരമധുരമായ വാക്കുകൾ അழிഞ്ഞു പോകുന്ന ചതി നീ കാണുന്നില്ലേ? നോക്കൂ, എല്ലാ സൗഭാഗ്യങ്ങളും വരുന്നത് കൗസല്യയ്ക്കാണ്, നിനക്കല്ല. മനസ്സിൽ ദുരിതവേഷം വെച്ച് നിന്റെ പുത്രനെ കേകയത്തിലേക്ക് അയച്ചു. ആ സമയം നോക്കി രാമനെ സിംഹാസനത്തിൽ പ്രതിഷ്ഠിക്കുവാൻ നോക്കുകയാണ് രാജാവ്. നിനക്കതറിയില്ലേ? എന്നാൽ ഞാൻ പറയാം. രാജാവ് നിന്റെ ശത്രുവാണ്. അദ്ദേഹം ഒരു സർപ്പത്തെ പോലെയാണ്. ഒരമ്മ കുഞ്ഞിനെ എന്ന പോലെ ഈ സർപ്പത്തെ എടുത്ത് നീ മടിയിൽ വെച്ചിരിക്കുകയാണ്. ശത്രുവായാലും സർപ്പമായാലും തരം കിട്ടിയാൽ ദ്രോഹിക്കും. രാജാവ് അതാണിപ്പോൾ ചെയ്യുന്നത്. നീ ഒരമ്മയാണ്. ഒരമ്മയുടെ അവകാശമാണ് ഇപ്പോൾ വിഭജിക്കുന്നത്. സുരക്ഷിതമാണെന്നുള്ള മിഥ്യാസ്വപ്നത്തിൽ നിന്ന് ഉണരേണ്ട സമയമായിരിക്കുന്നു. പുത്രൻ്റെ നന്മയെക്കുറിച്ച് ഓർത്തുകൊള്ളൂ. ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളൂ. അതോടുകൂടി ഞാനും രക്ഷിതയാവട്ടെ. ഇതൊക്കെ കേട്ടിട്ടും കൈകേയി മഞ്ചത്തിൽ നിന്ന് എഴുന്നേറ്റില്ല. രാജാവ് നാളെ ഒരു രാമന് കിരീടധാരണം നടത്തുകയാണ് എന്നുള്ള വാക്കുകൾ മാത്രമേ അവളുടെ ശ്രദ്ധയിൽപ്പെട്ടുള്ളൂ. മറ്റൊന്നും അവൾ ശ്രദ്ധിച്ചതേയില്ല. സന്തോഷം കൊണ്ട് അവളുടെ മുഖത്ത് ശരത്കാല ചന്ദ്രനെ പോലെ തിളങ്ങി. ആനന്ദവും അത്ഭുതവും അവളുടെ മുഖത്ത് കളിയാണ്. ഇടംവലം നോക്കാതെ അവൾ തൻ്റെ കഴുത്തിൽ നിന്ന് വിലയേറിയ ഒരു കണ്ഠഭാരണം എടുത്ത് മനംതരയ്ക്ക് കൊടുത്തു. ഇങ്ങനെ പറയുകയും ചെയ്തു, അല്ലയോ മനംതരെ, എത്ര ശ്രേഷ്ഠമായൊരു കാര്യമാണ് നടക്കുവാൻ പോകുന്നത്. നീ ആ നല്ല വർത്തമാനം എന്നോട് പറഞ്ഞുവല്ലോ. എനിക്ക് അത്രയും ആഹ്ലാദം ഉണ്ടാക്കി തന്നത് ഇതാ നിനക്കൊരു സമ്മാനം. ഇനിയും വല്ലതും വേണമെങ്കിൽ ചോദിച്ചോളൂ. എനിക്ക് സന്തോഷം സഹിക്കുവാൻ വയ്യ. എൻ്റെ രാമൻ നാളെ യുവരാജാവാകാൻ പോവുകയാണല്ലോ. ഒരു നിമിഷം നിർത്തിയിട്ട് അവൾ വീണ്ടും തുടർന്നു. രാജാവിൻ്റെ തീരുമാനത്തിൽ ഞാൻ ഏറ്റവും സന്തുഷ്ടയാണ്. എനിക്ക് രാമനും ഭരതനും ഒരുപോലെയാണ്. അവർ രണ്ടുപേരും എനിക്ക് മക്കളാണ്. ഈ സംഭവം എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്നുണ്ട്. ഇതിലും കൂടുതൽ സ്വാഗതമായ വാർത്ത മറ്റെന്തിനാണുള്ളത്? ഇതിലും കൂടുതൽ എനിക്ക് സന്തോഷിക്കാൻ എന്താണുള്ളത്? സഹിക്ക വയ്യാതെ വെറുപ്പും വിദ്വേഷവും ദുഃഖമൂലം മനംതര തനിക്ക് കിട്ടിയ മാല വലിച്ചൊരു ഏറ് കൊടുത്തു. ഈ പെരുമാറ്റത്തിൻ്റെ അർത്ഥം കൈകേയിക്ക് മനസ്സിലായില്ല. അവൾ അത്ഭുതത്തോടെ മനംതരയെ നോക്കി. മനംതര പറഞ്ഞു, സ്വന്തം ഭാവിയെപ്പറ്റി യാതൊരു ശ്രദ്ധയുമില്ലാത്ത നീ ഇങ്ങനെ ആനന്ദിക്കുന്നുവല്ലോ. നിനക്കെങ്ങനെ ഇതിന് കഴിയുന്നു? നിനക്ക് മഹാദുഃഖമാണ് വരുവാൻ പോകുന്നത്. ഇനിയും മനസ്സിലാകുന്നില്ലല്ലോ.
രാജാവിൻ്റെ മറ്റൊരു രാജ്ഞിക്കും ഭാഗ്യം വരുന്നത് കണ്ട് രസിക്കുവാൻ നിന്നെപ്പോലെ ഒരു സ്ത്രീക്ക് മാറ്റമേ പറ്റൂ. നാളെ പുരുഷ നക്ഷത്രം ഉദിച്ചു വരുമ്പോൾ കൗസല്യാപുത്രന് അഭിഷേകം നടത്തപ്പെടും. രാജാവിന് യഥാർത്ഥത്തിൽ കൗസല്യയാണ് ഇഷ്ടമെന്നും നിന്നെയല്ലെന്നും ഇപ്പോൾ വ്യക്തമായില്ലേ? കൗസല്യ ഇനിമേൽ എല്ലാവരുടെയും കണ്ണിലുണ്ണിയാവും. എല്ലാവരും അവരുടെ പാകം നോക്കി നിൽക്കും. അവൾ അമ്മ മഹാറാണിയാവുകയല്ലേ? നിനക്ക് അവളുടെ ഒരു ദാസിയായി നിൽക്കാം. നിന്റെ പുത്രനായ ഭരതൻ രാമൻ്റെ ഒരു അടിമയും ആകേണ്ടി വരും. മനന്തര ശ്വാസം വിടുവാൻ വേണ്ടി ഒന്ന് നിർത്തി. കൈകേയി ഒന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ട് അവൾ കോപം കൊണ്ടും താപം കൊണ്ടും പൊഞ്ഞു പെട്ടെന്ന് രാജ്ഞി ഇങ്ങനെ പറയുവാൻ തുടങ്ങി. മനന്തരെ, രാമൻ ധർമ്മിഷ്ഠനാണ്. അയാൾ ശ്രേഷ്ഠനും വിനീതനുമാണ്. സമ്പത്തോ രാജലബ്ധ്യമോ രാമനെ ഭ്രമിപ്പിക്കുകയില്ല. അവൻ രാജാവിൻ്റെ മൂത്ത പുത്രനാണ്. അവനെ യുവരാജാവാക്കുന്നത് ന്യായവും ധർമ്മവുമാണ്. പിതാവ് പുത്രന്മാരെ എന്ന പോലെ അവൻ സഹോദരന്മാരെയും ബന്ധുക്കളെയും കാത്തുരക്ഷിക്കും. നിന്റെ ഈ സംശയം എന്തിനാണ്? രാമൻ്റെ 100 കൊല്ലത്തെ ഭരണത്തിന് ശേഷം ഭരതൻ രാജാവാകും. രാമൻ്റെ അഭിഷേകത്തെ എല്ലാവരും സസന്തോഷം സ്വാഗതം ചെയ്യുകയാണ്. നീ മാത്രം എന്തിനു ദുഃഖിക്കുന്നു? ഭരതൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, സംശയമില്ല. എന്നാൽ ഭരതനേക്കാൾ രാമന് മഹത്വമേറും. അമ്മയായ കൗസല്യേക്കാൾ എന്നോടാണ് അവന് പ്രിയം. രാമൻ രാജാവായാൽ എന്താണ്? ഭരതൻ രാജാവായാൽ എന്താണ്? അതൊക്കെ വെറും അപ്രധാനമായ സംഗതികളാണ്. രാജ്യം ഇവർക്കും 2 പേർക്കും മാത്രമല്ല, അവരുടെ മറ്റു സഹോദരന്മാർക്കും കൂടിയുള്ളതാണ്. ഹൃദയം തകരും വണ്ണം മനന്തര ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. കണ്ണീർ കൊണ്ട് നിരുദ്ധകണ്ഠമായി അവൾ പറഞ്ഞു, നിന്റെ വിഡ്ഢിത്തത്തിന് ഞാൻ എന്തു പറയേണ്ടു, എന്ത് ചെയ്യേണ്ടു? ഘോരമായ ആപത്താണ് നിന്നെ ചൂഴ്ന്നിരിക്കുന്നത്. അത് നിന്നെ ശാശ്വത ദുഃഖത്തിലാകുന്നു. നിനക്കിത് ബോധ്യമാകുന്നില്ലേ? കയ്യേയി, ഞാൻ പറയുന്നത് കേൾക്കൂ. രാമൻ രാജാവാകും. അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പുത്രനാണ് ഭരിക്കുക, നിന്റെ പുത്രനല്ല. ഭരതൻ എല്ലാവർക്കും ഒരു അവജ്ഞാപാത്രമായിരിക്കും. രാജാവിൻ്റെ എല്ലാ പുത്രന്മാർക്കും രാജാവാകുവാൻ കഴിയില്ല എന്ന് ഓർമ്മയിരിക്കട്ടെ. അങ്ങനെയാകിയാൽ പല ബുദ്ധിമുട്ടുകളും വന്നുകൂടും. തൻ്റെ ഏതെങ്കിലും ഒരു പുത്രനെ രാജാവാക്കുവാനുള്ള അധികാരം രാജാവിന് നിക്ഷിപ്തമായിരിക്കുന്നത് കൊണ്ടാണ് നിന്റെ പുത്രൻ എല്ലാവരുടെയും അവഗണിക്കപ്പെടുകയും ചെയ്യുന്നത്. നിന്റെ ഭാവിയെ ഓർത്താണ് ഞാനിതെല്ലാം പറയുന്നത്. നീ അതൊന്നും മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നുന്നു. നിന്റെ പ്രതിയോഗിയായ കൗസല്യയുടെ സ്ഥിതി എത്ര ഉന്നതമാണിപ്പോൾ എന്ന് ആലോചിക്കും. നീ അതിൽ അതീവ ഇഷ്ടയായിരിക്കുന്നു എന്ന് മാത്രമല്ല, ആ ദാരുണ വാർത്ത അറിയിച്ചത് തന്നെ നീ എനിക്കൊരു കണ്ടഭാരം സമ്മാനമായി തന്നിരിക്കുന്നു. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. രാമന് സിംഹാസനം ഉറപ്പായി കഴിഞ്ഞാൽ അയാൾ ഭരതനെ നാടുകടത്തും, അഥവാ കൊല്ലാനും മതി. ഭരതൻ ശുദ്ധമനസ്സനായ ഒരു രാജകുമാരനാണ്. ഇപ്പോൾ കേകേയത്വമാണ്. എപ്പോഴും ഒന്നിച്ചിരുന്നാലേ സ്നേഹബന്ധം വളരുമെന്ന സത്യം നിനക്കറിയില്ലേ? ലക്ഷ്മണൻ രാമനോടെന്ന പോലെ ശത്രുഘ്നൻ ഭരതനോട് ശക്തനാണ്. ലക്ഷ്മണനും രാമനുമായുള്ള പരസ്പര സ്നേഹമോ എല്ലാവർക്കും അറിയാം. രാമൻ ലക്ഷ്മണനെ ഒരിക്കലും ദ്രോഹിക്കില്ല. പക്ഷേ ഭരതനോട് അങ്ങേയാകുമെന്ന് പറയാൻ വയ്യ. രാമൻ ഭരതനെ ദ്രോഹിക്കുമെന്ന് ഞാൻ നിന്നോട് ഉറപ്പു പറയുന്നു. കേകേയം വിട്ട് കാട്ടിലേക്ക് പോകുവാൻ മകനെ ഉപദേശിക്കുകയും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. അതിപുരാതനമായി കേസല രാജ്യത്ത് ഭരതനെ കിരീടരാജാവശിയാക്കിയാൽ കഴിയുമെങ്കിൽ എനിക്കും നിന്നോട് സ്നേഹം പുലർത്തുകയും അതൊരു നല്ല കാര്യമായിരിക്കും. ഭരതൻ രാമനൊരു പ്രതിയോഗിയാകിയാൽ ഭരതനോട് രാമൻ ഒരിക്കലും സഹോദരനാവും പെരുമാറുകയില്ല എന്നത് ആലോചിച്ച് അറിയാവുന്നതേയുള്ളൂ. രാമൻ്റെ കിരീടധാരണത്തിന് ശേഷം സുഖലോപവനായ നിന്റെ പുത്രൻ കാട്ടിൽ സിംഹത്തിൻ്റെ ഉപദ്രവമേറ്റി കഴിയുന്ന ആനയെ പോലെയാകും. ഇനി നിന്റെ കഥയൊന്ന് ആലോചിച്ച് നോക്കൂ. നീ ഇത്രകാലവും രാജാവിൻ്റെ ഇഷ്ടപത്നിയായിരുന്നു. ആ അഭിമാനം കൊണ്ട് മതിമറന്ന് നീ എപ്പോഴും കൗസല്യയെ അപമാനിച്ചുകൊണ്ടിരുന്നു. പകരം വീട്ടാൻ അവൾക്കിത് സന്ദർഭമാണ്. അമ്മ മഹാറാണിയാവാൻ പോകുന്ന അവൾ തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് നിന്നോട് പകരം വീട്ടുവാൻ ശ്രമിക്കുന്നില്ലെന്ന് ആര് കണ്ടു? രാമൻ യുവരാജാവാകുന്നതിനു കൂടി ദശരഥൻ്റെ ഇഷ്ടപത്നി എന്ന നിലയിൽ നിനക്കുള്ള എല്ലാ പ്രത്യേക ആനുകൂല്യങ്ങളും അവസാനിച്ചത് തന്നെ. എന്നല്ല, നീയും നിന്റെ പുത്രനും പരിഹാസപാത്രങ്ങളായി തീരുകയും ചെയ്യും. ഞാൻ നശിച്ചത് നിനക്ക് കണക്കാക്കാം. എൻ്റെ വാക്കുകളുടെ സത്യം ഇപ്പോഴെങ്കിലും നിനക്ക് ബോധ്യമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേഗം ആലോചിച്ചോളൂ. ഭരതനെ കിരീടധാരണം ചെയ്യുവാൻ ഒരു വഴി കണ്ടുപിടിച്ചോളൂ. രാമനെ കോസലത്തിൽ നിന്ന് പുറത്താക്കുകയും വേണം. വിഷം ഏറ്റു തുടങ്ങി. മനന്തര മോഹിച്ചത് സാധിച്ചു. രാമനെ വളരെയധികം സ്നേഹിച്ചിരുന്ന കൈകേയിയുടെ ഭാവം മാറി. അവളുടെ മുഖത്ത് കോപം സ്ഫുരിച്ചു. അവളിൽ നിന്ന് നെടുവീർപ്പുകൾ പുറപ്പെട്ടു. അവൾ പറഞ്ഞു, നീ പറഞ്ഞത് പരമാർത്ഥം തന്നെയാണ് മനന്തരെ. നീ പറഞ്ഞത് മുഴുവൻ ശരിയാണ്. രാമനെ നാട് നിർത്തുക തന്നെ വേണം. ഞാൻ ഇന്ന് ഈ നിമിഷം തന്നെ രാമനെ കാട്ടിലേക്ക് അയക്കും. ഭരതനെ കേകേയത്തിൽ വരുത്തി കിരീടധാരണം ചെയ്യിക്കും. മനന്തരെ, അതെങ്ങനെ സാധ്യമാക്കുമെന്ന് എനിക്ക് പറഞ്ഞു തരും. രാമൻ കാട്ടിൽ പോവുകയും വേണം, ഭരതൻ രാജാവാകുകയും വേണം. അതെങ്ങനെ സാധ്യമാകും? ദീർഘമായി ചിന്തിക്കൂ, എന്നിട്ട് എന്നെ ഉപദേശിക്കും. പാപിയായ കൂനിപ്പെണ്ണ് സാവധാനത്തിലും എന്നാൽ ഉറപ്പായും പറയുവാൻ തുടങ്ങി. ഒടുവിൽ നിനക്ക് ബോധോദയം വന്നതിന് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. രാമനെ കാട്ടിലേക്ക് അയക്കുവാനും ഭരതനെ യുവരാജാവാക്കുവാനുള്ള തന്ത്രം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. കൈകേയി, പണ്ട് നടന്നൊരു സംഭവം നിനക്ക് ഓർമ്മയുണ്ടോ? നീ അന്ന് അതെൻ്റെ സ്വകാര്യമായി പറഞ്ഞിട്ടുണ്ട്. നീ അത് മറന്നിരിക്കാം, അഥവാ എന്നോട് പറഞ്ഞത് ഓർമ്മയില്ലായിരിക്കാം. നിന്റെ ഉത്കർഷത്തിനു വേണ്ടി ഞാനിതിപ്പോൾ വീണ്ടും നിന്നോട് പറയാം.
മെത്തയിൽ ചാരിക്കിടന്നിരുന്ന കൈകേയി നിവർന്നുകൊണ്ടിരുന്നു പറഞ്ഞു, നിന്നോട് പറഞ്ഞതെല്ലാം എനിക്ക് ഓർമ്മയില്ല. ഞാൻ കിളിവാക്ക് പറയുകയില്ല. എൻ്റെ ക്ഷമ അറ്റിരിക്കുന്നു. രാമന് പകരം ഭരതനെ എങ്ങനെ രാജാവാക്കുമെന്ന് പറയും. വിരൂപമായ മുഖഭാവത്തോടും ക്രൂരമായ ചിരിയോടും കൂടി മനന്തര പറഞ്ഞു, വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പിലാണ് ഞാൻ നിൻ്റെ ഈ ശ്രദ്ധ തിരിച്ചുവിടുന്നത്. സ്വർഗത്തിലേക്ക് വന്ന് ദേവന്മാരും അസുരന്മാരും തമ്മിലൊരു യുദ്ധമുണ്ടായി. ആ യുദ്ധം നീ ഓർക്കുന്നുണ്ടോ? ഇന്ദ്രൻ ദശരഥൻ്റെ സഹായം ആവശ്യപ്പെട്ടു. അദ്ദേഹം പോയപ്പോൾ നീയും കൂടെ പോയി. അസുരന്മാർ രാത്രി പാളയത്തിൽ പ്രവേശിച്ച് ആളുകളെ കൊല്ലുവാൻ തുടങ്ങി. നിന്റെ ഭർത്താവ് അവരോട് പൊരുതി. അവസാനം ബോധമറ്റ് വീണു. നീ അദ്ദേഹത്തെ ആവൽ സ്ഥാനത്ത് നിന്ന് എടുത്തുകൊണ്ടുപോയി. ശരങ്ങളേറ്റ മുറിവുകൾ കാരണം ബോധമറ്റ് ദശരഥനെ ശുശ്രൂഷിച്ച് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ചത് നീയാണ്. നിന്റെ പ്രവൃത്തിയിൽ സന്തുഷ്ടനായ രാജാവ് അന്ന് നിനക്ക് 2 വരങ്ങൾ നൽകിയിരുന്നു. അന്ന് നീ പറഞ്ഞു, എനിക്കവ ആവശ്യമില്ല, എന്തെങ്കിലും ആവശ്യമായി വന്നാൽ ഞാൻ ചോദിച്ചു കൊള്ളാം. അങ്ങനെ ആവട്ടെ എന്ന് രാജാവും പറഞ്ഞു. അന്നങ്ങനെ പറഞ്ഞു നിർത്തിയതാണ്. നീ ഒരിക്കലും എന്നോട് ഈ കഥ പറഞ്ഞിട്ടുണ്ട്. ഞാനത് മറന്നിട്ടില്ല. കൈകേയി, രാജാവിനോട് ആ വരങ്ങൾ ആവശ്യപ്പെടും. അതിനുള്ള സമയമാണിത്. അവയിലൊരു വരം കൊണ്ട് ഭരതനെ യുവരാജാവാക്കണം. മറ്റേ വരം കൊണ്ട് രാമനെ 14 വർഷത്തിലേക്ക് വനവാസത്തിന് അയക്കുകയും വേണം. രാജാവിൻ്റെ കൈ ബന്ധിക്കുവാനും ഭരതനെ തന്നെ രാജാവാക്കുവാനും ഇതേ വഴിയുള്ളൂ. മനന്തരയുടെ വാക്കുകൾ കൈകേയി സശ്രുതം കേട്ടുകൊണ്ടിരുന്നു. മനന്തര തുടർന്നു, കൈകേയി, നീ ക്രോധാഗ്നിയിൽ പോയി കിടക്കുക. പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളും ഉപേക്ഷിക്കണം. ദുഃഖിതയാണെന്നും വളരെയധികമായി കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും തോന്നിപ്പിക്കുന്ന രീതിയിൽ നീ വെറും നിലത്ത് കിടക്കണം. ഇന്ന് രാത്രി രാജാവ് തീർച്ചയായും നിന്നെ കാണുവാൻ വരും. വളരെ കോപിച്ചിരിക്കുകയാണെന്ന മട്ടിൽ നീ പെരുമാറണം. അദ്ദേഹത്തോട് സംസാരിക്കരുത്. അദ്ദേഹം വന്നു കയറുമ്പോൾ സ്വീകരിക്കരുത്. അദ്ദേഹം ചോദിക്കുന്നതൊന്നും മറുപടി പറയരുത്. രാജാവിന് നിന്നെ വളരെ ഇഷ്ടമാണ്. നീ ആവശ്യപ്പെട്ടാൽ അദ്ദേഹം കത്തുന്ന തീയിൽ ചാടുക പോലും ചെയ്യും. നീ കോപിക്കുന്നതോ ദുഃഖിക്കുന്നതോ അദ്ദേഹത്തിന് സഹിക്കുവാൻ കഴിയുകയില്ല. ഏതു വിധത്തിലും അദ്ദേഹം നിന്നെ സാന്ത്വനിപ്പിക്കുവാൻ ശ്രമിക്കും. നിനക്ക് വേണ്ടി സ്വന്തം ജീവൻ ത്യജിക്കുവാൻ പോലും അദ്ദേഹം തയ്യാറാവും. നീ ആവശ്യപ്പെടുന്നത് എന്തും തന്നെ അദ്ദേഹം നിരസിക്കുകയില്ല. നീ നിലത്ത് കിടക്കുന്നത് കാണുമ്പോൾ വിലപ്പെട്ട ആഭരണങ്ങൾ തരാമെന്ന് പറഞ്ഞ് നിന്നെ പ്രലോഭിപ്പിക്കും. വളരെ ശ്രദ്ധിച്ചോളൂ, അതിലൊന്നും കുടുങ്ങരുത്. പണ്ട് തന്ന വരങ്ങളെപ്പറ്റി അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കണം. ഇഷ്ടമുള്ളതെന്തും തരാമെന്ന് അദ്ദേഹത്തിനോട് വാഗ്ദാനം ചെയ്യിപ്പിക്കണം. അതിനുശേഷം വരങ്ങൾ ചോദിക്കുകയുള്ളൂ. എല്ലാം നിന്റെ സാമർഥ്യവും ദൃഢനിശ്ചയവും അനുസരിച്ചായിരിക്കും. നീ എന്ത് ചോദിച്ചാലും തരാമെന്ന് അദ്ദേഹം കൊണ്ട് ശപഥം ചെയ്യിക്കണം. അതിനുശേഷമേ വരങ്ങളെപ്പറ്റി പറയാവൂ. വരം തരാമെന്ന് ശപഥം ചെയ്തു കഴിഞ്ഞാൽ നീ പറയണം, രാമനെ 14 വർഷത്തിലേക്ക് കാട്ടിലേക്ക് അയക്കുക, എൻ്റെ പുത്രൻ ഭരതനെ യുവരാജാവാക്കുക എന്ന്. രാമൻ കാട്ടിൽ കഴിയുന്ന ഒരു ദീർഘകാലത്തിനിടയ്ക്ക് എൻ്റെ പുത്രനെ സിംഹാസനത്തിനുള്ള അവകാശം സ്ഥാപിക്കുവാൻ കഴിയും. പിന്നെ ഒന്നും കൊണ്ടും അതിനടക്കം വരില്ല. രാമനെ നാട് കടത്തുന്ന കാര്യം ഉറപ്പാക്കണം. അത് ഓർമ്മ വെച്ചോളൂ. നിന്റെ പുത്രൻ്റെ ഭാവി സുരക്ഷിതമാക്കുവാൻ അതാണ് ഒരേ ഒരു വഴി. 14 കൊല്ലം കഴിയുമ്പോഴേക്കും ജനങ്ങൾ രാമനെ മറക്കും. ഏതു നിലയ്ക്കും ആ വരം രാജാവിനെ കൊണ്ട് അനുവദിപ്പിച്ചേ പറ്റൂ. അതും നല്ല ഉറപ്പ് വരുത്തിക്കൊള്ളൂ. നിന്റെ മനസ്സ് മാറ്റുവാൻ രാജാവ് കേണപേക്ഷിക്കും. അതുകൊണ്ടൊന്നും നീ മനസ്സിന് ഒരു കുലുക്കവും വരുത്തരുത്. കൈകേയി മനന്തരയുടെ വാക്കുകൾ വളരെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു. അവൾ പറഞ്ഞ പോലെയെല്ലാം ചെയ്യുവാൻ അവൾ ഉറച്ചു. കഷ്ടം, ഈ രാജ്ഞി യഥാർത്ഥത്തിൽ വളരെ മധുരമായ സ്വഭാവക്കാരിയായിരുന്നു. അതെ, എല്ലാവർക്കും സമ്മതമായ കാര്യമായിരുന്നു രാമനോടുള്ള അവളുടെ സ്നേഹത്തെപ്പറ്റിയും അയോധ്യവാസികൾക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു. രാമൻ അവളോടുള്ള ബഹുമാനവും സുവിധതയും. അദ്ദേഹം കൗസല്യയുടെ അടുത്തല്ല, കൈകേയിയുടെ അടുത്താണ് അധികം സമയം ചെലവഴിച്ചിരുന്നത്. കൈകേയിക്ക് രാമനോട് ഒരു പ്രത്യേക വാത്സല്യവും ഉണ്ടായിരുന്നു. കൈകേയിയുടെ അടുത്ത് ഭരതനുള്ളതിനേക്കാൾ സ്വാതന്ത്ര്യമായിരുന്നു രാമന്. എന്നാൽ മനന്തരയുടെ ദുരുപദേശങ്ങൾ താൻ സ്വമേധയോ ചെയ്യാത്ത ചിലത് ചെയ്യുവാൻ അവളെ പ്രേരിപ്പിച്ചു. കൈകേയിലുള്ള ഉള്ളറിഞ്ഞ സമ്മർദ്ദത്തിന് മനന്തര അവളെ ബലഹീനയായി മുറിതെടുത്തു. അവൾക്കുണ്ടായിരുന്ന നന്മയെ നശിപ്പിച്ചു. നന്മയും തിന്മയും തിരിച്ചറിയുവാൻ അവൾക്ക് കഴിവില്ലാതാക്കി. അവൾ ഉത്സാഹത്തോട് മനന്തരയോട് പറഞ്ഞു, നീ എൻ്റെ ശുഭകാംക്ഷിയാണ്. എൻ്റെ ഭാവിയെപ്പറ്റി നിന്നെപ്പോലെ മറ്റാരും ചിന്തിക്കില്ല. നീ വളരെ ബുദ്ധിമതിയാണ്. ഇതുവരെ ഞാൻ അതറിഞ്ഞില്ല. നീ ഇല്ലെങ്കിൽ രാജാവിൻ്റെ യഥാർത്ഥ സ്വഭാവം ഞാൻ അറിയില്ലായിരുന്നു. ഒരിക്കലും അറിയില്ലായിരുന്നു. മനന്തരെ, സുന്ദരിയായ എൻ്റെ മനന്തരെ, എൻ്റെ ഭരതൻ രാജാവാകുമ്പോൾ നിന്റെ ഈ മുഴ ഞാൻ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് അലങ്കരിക്കും. ഞാൻ നിന്നോട് വളരെ കൃതജ്ഞതയാണ്. കൈകേയിയുടെ വാക്കുകളെ നിസ്സാരമാക്കിക്കൊണ്ട് ഒരു മന്ദഹാസത്തോടെ മനന്തര പറഞ്ഞു, കൈകേയി, അതെല്ലാം കുറെ കഴിഞ്ഞുള്ളതല്ലേ. നീ അതിവേഗം ചെയ്യുവാനുള്ളത് ഒഴുകുക. നേരെ സന്ധ്യയാവാറായി. ഈ സമയത്താണല്ലോ രാജാവ് നിന്റെ അടുത്തേക്ക് വരിക. അദ്ദേഹം വരും മുമ്പായി എല്ലാം തയ്യാറാക്കുക. സുന്ദരിയും അഹങ്കാരിയുമായി കൈകേയി കോപാഗ്നിയിൽ പോയി. മനന്തരയും കൂടെ ചെന്നു. അവൾ വിലപ്പെട്ട ആഭരണങ്ങൾ, മുത്തുമാലകൾ, സ്വർണ്ണവളകൾ, കർണാഭരണങ്ങൾ എന്നിവയ്ക്ക് പുറമെ സ്ത്രീകൾ ധരിക്കുന്ന മറ്റെല്ലാ മംഗല്യഭാരണങ്ങളും അഴിച്ചു മാറ്റി. വിലപ്പെട്ട 10 വസ്ത്രങ്ങളും അഴിച്ചു വെച്ചു. പകരം ചെളി പുരണ്ട പഴയൊരു വസ്ത്രമെടുത്തു. അതിനുശേഷം അവൾ മനന്തരയോട് പറഞ്ഞു, മനന്തരെ, ഞാൻ ഉറച്ചു കഴിഞ്ഞു. രാമൻ കാട്ടിലേക്ക് പോകും. ഭരതൻ രാജ്യം ഭരിക്കും. ഇത് നേടുവാൻ എനിക്ക് സാധിച്ചില്ല എങ്കിൽ ഞാൻ മരിച്ചതായി കണക്കാക്കുക.
സ്വർണവും രത്നങ്ങളും കൊണ്ടൊന്നും രാജാവിനെ മനസ്സ് മാറ്റുവാൻ പറ്റില്ല. രാമൻ കാട്ടിലേക്ക് പുറപ്പെടും പോവും വരെ ഞാൻ സുഗന്ധപുഷ്പങ്ങൾ ചൂടില്ല, സുഗന്ധജ്വലനം കഴിക്കില്ല, കണ്ണെഴുതില്ല. എൻ്റെ പരിശ്രമത്തിൽ ഞാൻ വിജയിക്കും. ഞാനിതാ വാഗ്ദാനം ചെയ്യുന്നു. കൈകേയി എല്ലാ ആഭരണങ്ങളും ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്തു. പുഷ്പങ്ങളും ആഭരണങ്ങളും രത്നങ്ങളും നാലുപുറത്തും വലിച്ചെറിഞ്ഞ് ഈ സുന്ദരിയായ രാജ്ഞി വെറും നിലത്ത് കിടന്നു. എല്ലാ പുണ്യങ്ങളും നഷ്ടപ്പെട്ട് ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു കിന്നര സ്ത്രീയാണ് അവളെന്നും തോന്നി. അതെ, ഇനിയാണ് കഥ ആരംഭിക്കുന്നത്. യഥാർത്ഥ രാമായണം.